ഓക്കെ. നമ്മളിപ്പോൾ ഇവിടെ ഒരു പുതിയൊരു ഫയൽ നമ്മൾ റീഡ് ചെയ്യുകയാണ്. എസ്എംഎസ് സ്പാം കളക്ഷൻ എന്ന് പറഞ്ഞാൽ. അപ്പം ആ ഒരു ഫയൽ നമുക്ക് ടെക്സ്റ്റ് ഫയൽ ആയതുകൊണ്ട് നമുക്കത് റീഡ് ചെയ്യാൻ റീഡ് ടേബിൾ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ആ എസ്എംഎസ് സ്പാം കളക്ഷൻ എന്ന് പറയുന്നത് എക്സൽ ഫയലോ നമ്മുടെ മൈക്രോസോഫ്റ്റ് എക്സൽ ഫയലോ അങ്ങനത്തെ ഒരു ഫയൽ ആയിരുന്നെങ്കിൽ നമ്മൾ റീഡ് എക്സൽ എന്ന് പറഞ്ഞ ഫയൽ യൂസ് ചെയ്യണമായിരുന്നു. അവിടെ നമ്മുടെ ആ ഫയൽ നെയിമിന്റെ കൂട്ടത്തില് ഡോട്ട് എക്സ്റ്റൻഷനും എക്സ്എൽഎസ് എന്ന് പറയുന്ന എക്സ്റ്റൻഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കത് വേണ്ട. സോ നമ്മളിവിടെ ഡോക്സ് ഡോട്ട് പി ഡി ഡോട്ട് റീഡ് ടേബിൾ ദെൻ നമ്മുടെ ഫസ്റ്റ് ആ റീഡ് ടേബിളിന്റെ ഫംഗ്ഷന്റെ ഫസ്റ്റ് ആർഗ്യുമെന്റ് നമ്മൾ ഫയൽ നെയിം കൊടുത്തു. ദെൻ ഹെഡർ എന്താ കൊടുക്കുന്നത് കൊടുത്തു. ഒന്നും വേണ്ട. പിന്നെ നെയിം ഈസ് ഈക്വൽ ടു ക്ലാസ് എസ് എം എസ്. അപ്പം എന്താണ് ഈ ഫയൽ? നമ്മൾ ഫയൽ റീഡ് ചെയ്തിട്ടുണ്ട്. സോ ഫയൽ എന്താണെന്ന് കാണാനായിട്ട് നിങ്ങൾ ഇപ്പൊ നമ്മൾ ഡോക്സ് എന്ന് പറഞ്ഞ വേരിയബിളോട്ടാണ് നമ്മൾ ഫയൽ റീഡ് ചെയ്ത് വെച്ചേക്കുന്നത്. സോ ഡോക്സ് ഡോട്ട് ഹെഡ് എന്ന് പറഞ്ഞ് നിങ്ങളൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കുക. ഹെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ഡിഫോൾട്ടിലെ ആദ്യത്തെ 5 റോസ് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. സോ നിങ്ങൾ പ്രിന്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കും ഇതുപോലത്തെ ഒരു ഫയലാണ് ഓപ്പൺ ആയി വന്നേ. ക്ലാസ് എസ് എം എസ് എന്ന് പറഞ്ഞ 2 ഡേറ്റാസ് ഉണ്ട്, 2 ഫീൽഡ് ഉണ്ട്. ക്ലാസ്സിലെ ഹാം സ്പാം എന്ന് വരുന്നുണ്ട്. ഇവിടെ മെസ്സേജിൽ നമുക്ക് എന്താ ഗോ അണ്ടിൽ ജോയിനിങ് പോയിന്റ് അങ്ങനെ കുറെ മെസ്സേജ് എസ് എം എസും കിടപ്പുണ്ട്. അപ്പം ഈ ഒരു ഡേറ്റാ സെറ്റ് എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇത്രയും കണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? ഡേറ്റാ സെറ്റ് എന്തിനെ കുറിച്ചാണെന്ന് എന്തെങ്കിലും മനസ്സിലായോ? നമ്മുടെ മെഷീൻ ലേണിംഗിന്റെ ഈ ഒരു പ്രോസസ്സ് ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യമാണ് നമ്മുടെ ഡാറ്റാ സെറ്റിനെ മനസ്സിലാക്കാൻ, ഡാറ്റാ സെറ്റ് ഐഡന്റിഫൈ ചെയ്യാന്നുള്ളത്. ഇപ്പൊ നമ്മളൊരു പ്രൊജക്റ്റ് ഒക്കെ ചെയ്യുന്ന സമയത്താണെങ്കിൽ നമുക്കറിയാം, ഓക്കെ സ്പാം ഇമെയിൽ ആണോ, വെരി ഗുഡ്, അത് തന്നെയാണ്. അതായത് നമ്മളിപ്പോ ഒരു പ്രൊജക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ ടോപ്പിക് എന്താണ്. അപ്പൊ നമുക്ക് നമ്മളൊരു ഡാറ്റ കളക്ട് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ഇങ്ങനൊരു ഡാറ്റാബേസ് ഒക്കെ കിട്ടി കഴിയുമ്പോഴത്തേക്കും അത് എന്താണെന്ന് മനസ്സിലാക്കി. ഇത്രയേ ഉള്ളൂ. കുറെ എസ് എം എസുകളുണ്ട്. ആ എസ് എം എസ് നമുക്ക് ഇമെയിൽ ആയിട്ട് കൺസിഡർ ചെയ്യാം. അതിലെ സ്പാം ആയിട്ടുള്ളതും ഹാം ആയിട്ടുള്ളതും തമ്മിൽ അത് തന്നെ ഐഡന്റിഫൈ ചെയ്ത ഡാറ്റ നമുക്ക് തന്നിരിക്കുകയാണ്. ഇപ്പൊ നമുക്കിവിടെ എത്ര എണ്ണം മൊത്തം ഉണ്ടെന്ന് നോക്കാനായിട്ടാണെങ്കിൽ ജസ്റ്റ് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏതാണ്ട് 5000 മേളില് ഡേറ്റാസ് ഉണ്ട് ഇതിനകത്ത്. 5571 റോസ് ഉണ്ട്. അപ്പൊ അത്രയും മെസ്സേജസിനെ അതിനകത്ത് ഹാമെന്നും സ്പാമെന്നും പറഞ്ഞ് ഐഡന്റിഫൈ ചെയ്തിട്ടാക്കുന്നത്. ഇപ്പം ഒരു കാര്യം ഞാൻ പറയാം, ഈ ഡേറ്റ ഒക്കെ നമുക്ക് നെറ്റിൽ നിന്ന് കിട്ടുന്ന ഡേറ്റാസ് ആണ്. ഇതൊരിക്കലും നമുക്കൊരു പ്രൊജക്ടിന്റെ ബേസിലൊന്നും കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇതിപ്പോ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ചിലപ്പം കറക്റ്റ് ആയിരിക്കണമെന്നില്ല. ചിലപ്പോൾ ഹാമിനെ സ്പാമെന്ന് ഐഡന്റിഫൈ ചെയ്യും, ചിലപ്പോൾ സ്പാമിനെ ഹാമെന്ന് ഐഡന്റിഫൈ ചെയ്യും, ചിലപ്പോൾ എല്ലാം ഹാമെന്ന് മാത്രമേ ഐഡന്റിഫൈ ചെയ്യുള്ളൂ. ബേസ്ഡ് ഓൺ ഡാറ്റാ സെറ്റും പിന്നെ നമ്മൾ അൽഗോരിതം ബേസ്ഡ് ചെയ്തിരിക്കും. സോ ഇത് നിങ്ങൾക്കൊരു എങ്ങനെയാണ് ഡേറ്റാബേസ് വെച്ച് ഈ ഒരു നേവ് ബേസ് ക്ലാസിഫയർ വെച്ച് നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നതെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. സോ ഇത് നിങ്ങൾ ഒരിക്കലും ഇതിന്റെ റിസൾട്ട് ആക്യുറേറ്റ് ആയിരിക്കും കിട്ടുമെന്ന് കരുതണ്ട. സോ ഓക്കെ, നമ്മൾ ഡേറ്റാ സെറ്റ് നമ്മൾ റീഡ് ചെയ്തു. ദെൻ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് എത്ര ഹാം മെസ്സേജസ് ഉണ്ട്, എത്ര സ്പാം മെസ്സേജസ് ഉണ്ട് നമ്മൾ റീഡ് ചെയ്യുകയാണ്. സോ അതിനുവേണ്ടി നമ്മളാണ് ഈ ഒരു സിന്റാക്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മുടെ ക്ലാസ് നമുക്ക് ഹാമെന്നും സ്പാമെന്നും വരെ 2 ക്ലാസ്സാണ് ഉള്ളത്. സോ നമുക്ക് ആ 2 ക്ലാസ്സിന്റെയും എത്ര ഇതുണ്ടെന്നുള്ളത് നമ്മൾ ഒന്ന് കൗണ്ട് ചെയ്യുകയാണ്. ഓക്കെ, നമുക്ക് ഹാം ആണ് ഇവിടെ കൂടുതലായിട്ട് വന്നിരിക്കുന്നത്. സ്പാം നമുക്ക് 747 അങ്ങനെയും കിട്ടിയിട്ടുണ്ട്. ക്ലിയർ ആണോ എല്ലാവർക്കും? എല്ലാവർക്കും ഇതിന് എത്ര ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടോ? അല്ല സാർ, ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. ഈ ഹാമും സ്പാമും അപ്പൊ നോർമൽ മെസ്സേജസിന് വേറെ വല്ലതും ഉണ്ടോ? ഹാമാണോ സ്പാം അല്ലാതെ നോർമൽ മെസ്സേജസ്? നമ്മുടെ നോർമൽ മെസ്സേജ് ഇപ്പൊ നമുക്ക് റെലവെന്റ് ആയിട്ടുള്ള മെസ്സേജ് ആണെങ്കിൽ അതിനെ നമ്മൾ ഹാം എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇപ്പം നമുക്കൊരു ഒഫീഷ്യൽ മെയിൽ വരുവാണ്, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരുടെ നമുക്കൊരു നല്ലൊരു റെലവെന്റ് മെസ്സേജ് അയക്കുകയാണ്. സോ അതൊക്കെ നമ്മൾ ഹാം ആയിട്ട് കൺസിഡർ ചെയ്യും. സ്പാം എന്ന് പറയുമ്പോൾ ഫ്രോഡ് മെസ്സേജ്, ഇപ്പൊ നിങ്ങൾ ഇത്ര രൂപ നിങ്ങൾ ലോട്ടറി വിൻ ചെയ്തു, ഇത് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഓഫർ നമുക്ക് വരത്തില്ല. നമുക്ക് മെയിലാണെങ്കിലും SMS ആണെങ്കിലും ഓഫറുകൾ, അതാണ് നമ്മൾ സ്പാം ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, ദെൻ നമ്മളിവിടെ നമുക്ക് നമ്മുടെ ഡാറ്റാ സെറ്റിൽ ഇപ്പൊ 2 ഫീൽഡ് ഉണ്ട്. ഒന്ന് നമുക്ക് മെസ്സേജസും, 2 അത് ഏതാണ് ഹാം ആണോ സ്പാം ആണെന്ന് കാണിക്കാനായിട്ട് ഒരു ക്ലാസ് എന്ന് പറഞ്ഞ ഒരു ഫീൽഡും ഉണ്ട്. സോ നിങ്ങൾക്ക് ഇത് രണ്ടും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു, ആ 2 ഫീൽഡുകൾ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഡാറ്റാ സെറ്റ് നമ്മളൊന്ന് സ്പ്ലിറ്റ് ചെയ്യുകയാണ്. ട്രെയിനിങ് ഡാറ്റയും അല്ലെങ്കിൽ എന്താ പറയാ ട്രെയിനിങ് ഡാറ്റയും ടെസ്റ്റ് ഡാറ്റ ആയിട്ടല്ല, പകരം നമ്മുടെ ഡാറ്റ സെറ്റിനകത്ത് ഇപ്പം നമ്മൾ എന്താണ് ഇൻപുട്ട് കൊടുക്കേണ്ടത്, എന്താണ് നമുക്ക് പ്രൊഡിക്ഷൻ കിട്ടേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഡാറ്റ സെറ്റിന്റെ അകത്ത് ഏതൊക്കെ വാല്യൂസ് നമ്മൾ ഇൻപുട്ട് ആക്കി കൊടുക്കണം,
എന്താണ് നമുക്ക് പ്രൊഡിക്ഷനുടെ ഔട്ട്പുട്ട് ആയിട്ട് കിട്ടേണ്ടത്, അത് നമ്മളൊന്ന് തിരിച്ചറിഞ്ഞിട്ട് നമ്മളൊന്ന് കൊടുക്കുകയാണ്. ഈ കേസിലാണെങ്കിൽ നമ്മൾ ഇൻപുട്ട് ആയിട്ട് കൊടുക്കേണ്ടത് എന്താണ്, എന്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടണം? എനിബഡി? ഓക്കെ, ഈ കേസ് നമുക്ക് രണ്ട് ഫീൽഡേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഈ രണ്ട് ഫീൽഡ് രണ്ടാക്കി സെപ്പറേറ്റ് ചെയ്താൽ മതി. പക്ഷെ ഇതിൽ ഇൻപുട്ട് എന്താണ് ഔട്ട്പുട്ട് എന്താണ് നമ്മളൊന്ന് മനസ്സിലാക്കണം. ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് തിങ്ക് ചെയ്താൽ മതി. ഇവിടെ നമുക്ക് കുറെ മെസ്സേജസ് ഉണ്ട്, അല്ലെ, SMS ഉണ്ട്. ഇത് നമ്മൾ കൊടുക്കുമ്പോഴത്തേക്കും ഇത് ഹാം ആണോ സ്പാം ആണോ നമുക്ക് കിട്ടേണ്ടത്? ഈ മെസ്സേജ് നമ്മൾ കൊടുത്ത മെസ്സേജ് സ്പാം ആണോ ഹാം ആണോ നമുക്ക് കിട്ടേണ്ടത്? സോ അങ്ങനെയാണെങ്കിൽ ഇതിൽ ഇൻപുട്ട് ആയിട്ട് കൊടുക്കേണ്ടത് എന്താണ്? ഈ പറഞ്ഞ SMS-കളാണ്, അല്ലെങ്കിൽ മെസ്സേജസ് ആണ്. നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടേണ്ടതോ നമുക്കത് നമ്മുടെ ഈ ഒരു ക്ലാസ്, അതായത് ഹാം ആണോ സ്പാം ആണോ എന്നുള്ളതാണ്. അപ്പം ഈ ഒരു നമ്മൾ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്ന ഡാറ്റ നമ്മുടെ മെഷീൻ ലേണിംഗിന്റെ ഇവിടെ വരുമ്പോഴത്തേക്കും നമ്മൾ അതിനെ ഫസ്റ്റ് ക്ലാസ്സിൽ പറയുന്നത് നമ്മൾ ലേബലിനോ അല്ലെങ്കിൽ ക്ലാസ് എന്നൊക്കെ പറഞ്ഞാണ് അതിനെ മെൻഷൻ ചെയ്യുന്നത്. അതുപോലെ നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടേണ്ട ഡാറ്റ നമ്മുടെ ടാർഗറ്റ് എന്നും പറയും. ഇവിടെ നോക്കുവാണെങ്കിൽ SMS എന്ന് പറയുന്നത് നമ്മുടെ ലേബലും ക്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ ടാർഗറ്റുമാണ്. സോ നമ്മൾ ഈ നമ്മുടെ ഡാറ്റാ സെറ്റിൽ നിന്നും ഈ ഒരു എക്സും വൈയോ രണ്ട് വേരിയബിൾ കൺസിഡർ ചെയ്ത് നമ്മുടെ ടാർഗറ്റിന്റെ ലേബിൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുകയാണ്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കോഡാണ് ഈ കൊടുത്തിരിക്കുന്നത്. എക്സ് ഇസ് ഈക്വൽ ടു ഡോട്ട് SMS-ഉം വൈ ഇസ് ഈക്വൽ ടു ഡോക്സ് ഡോട്ട് ക്ലാസ് എന്നും പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അതിന് രണ്ടിന്റെയും ഷേപ്പ്, അതായത് ആ രണ്ടിന്റെ അകത്തും എന്തോരം ഡാറ്റാസ് ഉണ്ട് എന്ന് നമ്മളിന്ന് പ്രിന്റ് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം എക്സ് നമ്മൾ എന്തോരം ഡാറ്റ കൊടുക്കുന്നു അത്രയും ഡാറ്റ നമുക്ക് വൈയിലും വരണം. ഒന്ന് റൺ ചെയ്ത് നോക്കി നിങ്ങൾ. എക്സ് എന്നും വൈ എന്നും പറഞ്ഞ നമ്മൾ രണ്ട് വേരിയബിൾസ് നമ്മൾ എടുത്ത് നമ്മുടെ ഈ ഡാറ്റാ സെറ്റിനെ സ്പ്ലിറ്റ് ചെയ്ത് ടാർഗറ്റും ലേബലും സ്പ്ലിറ്റ് ചെയ്ത് അസൈൻ ചെയ്ത് കൊടുത്തു. രണ്ടിന്റെ സൈസ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തപ്പം ഡാറ്റാസ് വല്ല മിസ്സായെന്ന് അറിയാനായിട്ട് നമ്മൾ രണ്ടിന്റെ സൈസ് പ്രിന്റ് ചെയ്തു. സോ രണ്ടിലും സെയിം സൈസ് തന്നെ ഇട്ടിരിക്കുന്നത്. ഇനി എക്സ് എന്താണ് വൈ എന്താണ് നമ്മൾ ഇന്നോട് പ്രിന്റ് ചെയ്ത് നോക്കുകയാണ്. എക്സ് എന്ന് പറയുന്നത് എന്താണ്? ജസ്റ്റ് ഈ മെസ്സേജസുകളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. വൈ എന്ന് പറഞ്ഞാലോ ജസ്റ്റ് ഹാം സ്പാം അങ്ങനെ മെസ്സേജസ് ആണ്. ഓക്കെ, ഇനി നമ്മുടെ ഡേറ്റയെ ട്രെയിനിങ് ഡാറ്റ ആയിട്ടും ടെസ്റ്റ് ഡാറ്റ ആയിട്ടും സ്പ്ലിറ്റ് ചെയ്യാൻ പോവുകയാണ്. എന്താണ് ട്രെയിനിങ് ഡാറ്റ, എന്താണ് ടെസ്റ്റ് ഡാറ്റ എന്ന് ഫസ്റ്റ് ഞാൻ പറഞ്ഞിരുന്നു, ഒന്നുകൂടെ പറയാം. ട്രെയിനിങ് ഡാറ്റ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ അൽഗോരിതം ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ ഈ അൽഗോരിതത്തെ നമ്മൾ കുറെ ട്രെയിനിങ് ഡാറ്റാസ് വെച്ച് നമ്മൾ ഡാറ്റാസ് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഫസ്റ്റ് ഡേ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ മെഷീനിലെ ഇതൊരു ഫിഷ് ആണ് എന്ന് പറഞ്ഞ മെഷീനെ പഠിപ്പിക്കുന്ന ആ ഒരു ഡാറ്റാസ് ആണ് ട്രെയിനിങ് ഡാറ്റ എന്ന് പറയുന്നത്. ദെൻ അൽഗോരിതം ട്രെയിനിങ് കഴിഞ്ഞു, പഠിപ്പിച്ചെടുത്ത ശേഷം ഇത് കറക്റ്റ് ആയിട്ട് നമുക്ക് ഔട്ട്പുട്ട് തരുന്നുണ്ടോ എന്ന് അറിയേണ്ടത് നമ്മൾ കൊടുക്കുന്ന ഡാറ്റ ആണ് ടെസ്റ്റ് ഡാറ്റ എന്ന് പറഞ്ഞത്. ഈ ടെസ്റ്റ് ഡാറ്റ എന്ന് പറയുന്നതും നമ്മുടെ ഈ ഒരു ഡാറ്റാ സെറ്റിന്റെ അകത്ത് തന്നെ നമ്മൾ എടുക്കുന്ന ഡാറ്റയാണ്. കാരണം ഇതിൽ നമുക്ക് ഔട്ട്പുട്ട് അറിയണം, നമ്മൾ കൊടുക്കുന്ന ഡാറ്റയുടെ ഔട്ട്പുട്ട് തന്നെ നമ്മൾ യൂസറിന് അറിയണം, എങ്കിലല്ലേ നമുക്കത് കറക്റ്റ് പ്രൊഡിക്ഷൻ അറിയാൻ പറ്റത്തുള്ളൂ. സോ അതാണ് ടെസ്റ്റ് ഡാറ്റ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ട്രെയിനിങ് ഡാറ്റയും ടെസ്റ്റ് ഡാറ്റ ആയിട്ട് തിരിക്കാനും അതുപോലെ ഈ അൽഗോരിതം ട്രെയിനിങ്ങിന് അതിന്റെ കാര്യങ്ങൾക്കായിട്ട് കുറെ ഫങ്ഷൻസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഒന്നും നമ്മൾ യൂസർ ഡിഫൈൻഡ് അല്ല, എല്ലാം പ്രീ ഡിഫൈൻഡ് ആണ്. സോ ആ ഫങ്ഷൻസ് ഒക്കെ കിട്ടുന്ന ലൈബ്രറിയാണ് sklearn ലൈബ്രറി എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങളുടെ ആ ലൈബ്രറി ഞാൻ ഇന്ന് ഞാൻ രാവിലെ എന്നത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറഞ്ഞിരുന്നു. ആരെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ഒപ്പം തന്നെ പോയി നിങ്ങളുടെ സ്ക്രിപ്റ്റിന്റെ അകത്ത് പോയിട്ട് ആ രണ്ട് sklearn ലൈബ്രറി ഇൻസ്റ്റാൾ ചെയ്യുക. ദെൻ നമ്മൾ ഇവിടെ ഇപ്പം ഈ sklearn ലൈബ്രറിക്കകത്ത് ടെക്സ്റ്റ് ട്രെയിൻ സ്പ്ലിറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വെച്ച് നമ്മുടെ ഡാറ്റയെ ട്രെയിനിങ് ഡാറ്റ ആയിട്ടും ടെസ്റ്റ് ഡാറ്റ ആയിട്ടും സ്പ്ലിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ആദ്യം നമുക്ക് വേണ്ട ആ ഫംഗ്ഷൻസും ക്ലാസ് ഒക്കെ നമ്മൾ ഇമ്പോർട്ട് ചെയ്തു. ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമുക്ക് വേണ്ടത്. ദെൻ അത് നമുക്ക് 4 വേരിയബിൾസ് കൊടുക്കുകയാണ്. എക്സ് ട്രെയിന്, എക്സ് ടെസ്റ്റ്, വൈ ട്രെയിന്, വൈ ടെസ്റ്റ്. എക്സും വൈയും എന്താണെങ്കിലും ക്ലിയർ ആയല്ലോ. എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ആണ്. അപ്പം ഇൻപുട്ടിന്റെ ഒരു ട്രെയിനിങ് സെക്ഷനും ടെക്സ്റ്റ് സെക്ഷനും എടുത്തു. അതുപോലെ നമുക്ക് കിട്ടുന്ന വൈ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ടാർഗറ്റ്, അതിന് നമ്മൾ ട്രെയിനിങ് ഡാറ്റ ആയിട്ടും ടെസ്റ്റ് ഡാറ്റ എടുത്തു. ദെൻ നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു ഫംഗ്ഷനകത്ത് ടെസ്റ്റ് ട്രെയിൻ സ്പ്ലിറ്റിനകത്ത് നമ്മൾ എക്സും വൈയും വിളിച്ചു. ടെക്സ്റ്റ് സൈസ് റാൻഡം ടെസ്റ്റ് പോട്ടിട്ടു. ഓക്കെ, എക്സും വൈയും എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. നമ്മളിപ്പോൾ സ്പ്ലിറ്റ് ചെയ്ത ഡാറ്റാസ്. ടെസ്റ്റ് സൈസ് ഈക്വൽ ടു 0.20 നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞിരുന്നു രണ്ടും ഈ ഒരൊറ്റ ഡാറ്റാബേസിൽ നിന്നാണ് നമ്മൾ രണ്ട് ഡാറ്റാസിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ടെസ്റ്റ് സൈസ് എന്തോരം നമ്മൾ ഇവർക്ക് സ്പെസിഫൈ ചെയ്യണം. അപ്പം ഇവിടെ പറയുകയാണെങ്കിൽ ഈ ടെസ്റ്റ് സൈസ് 0.20 എന്ന് പറയുവാണെങ്കിൽ നമ്മുടെ പേഴ്സൻറ്റേജ് ആകുമ്പോഴത്തേക്കും 20, അതായത്
ഇപ്പം 80% ഡാറ്റ ട്രെയിനിങ് ഡാറ്റ ആയിട്ടും 20% ഡാറ്റ ടെസ്റ്റ് ഡാറ്റ ആയിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ റാൻഡം സ്റ്റേറ്റ് 42 എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നതാണെങ്കിൽ ഇപ്പം എന്താ നമ്മുടെ ഈ സ്പ്ലിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു പൊസിഷൻ അത് നമ്മൾ കൊടുത്തതേ ഉള്ളൂ. അതായത് നമുക്ക് ഒരു ഡാറ്റാസ് മാത്രം പർട്ടിക്കുലർ ഡാറ്റ മാത്രം ഒരു ട്രെയിനിങ് ഡാറ്റ മാത്രം കയറേണ്ട 2 ഹാമും സ്പാമും നമുക്ക് വേണം, രണ്ടിടത്തും വേണം. സോ നമ്മൾ റാൻഡം ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാനായിട്ടെന്ന് പറഞ്ഞ് ചുമ്മാ കൊടുത്തതേ ഉള്ളൂ. ഇങ്ങനെ കൊടുത്താലും പ്രശ്നമില്ല. സോ എല്ലാവരും ഈ കോഡ് റൺ ചെയ്യുക. നിങ്ങൾക്ക് ഈ കോഡ് ചില സിസ്റ്റത്തിൽ റൺ ചെയ്തിട്ട് താമസം വരും. കാരണം ഇവിടെ നമ്മളൊരു പുതിയ ലൈബ്രറി ഇമ്പോർട്ട് ചെയ്ത് നമ്മൾ ഡാറ്റ സ്പ്ലിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഇനി നിങ്ങൾക്കത് റൺ ചെയ്ത് കിട്ടിയെങ്കിൽ നമുക്ക് ട്രെയിനിങ് ഡാറ്റയുടെ സൈസ് നോക്കണം. സോ ട്രെയിനിങ് ഡാറ്റ ടെസ്റ്റ് ഡാറ്റ എന്തോരം വെച്ചാണ് സ്പ്ലിറ്റ് ആയെന്ന് അറിയാനായിട്ട് നമ്മൾ അതിന്റെ രണ്ട് സൈസ് നോക്കുകയാണ്. ഇപ്പം എക്സ് ട്രെയിൻ ഡോട്ട് ഷേപ്പ് കൊടുക്കുകയാണ്. ഇപ്പം 4457 ഡാറ്റാസിന് നമ്മൾ ട്രെയിനിങ് ഡാറ്റ ആയിട്ട് മാറ്റിയിട്ടുണ്ട്. സോ അതുപോലെ തന്നെ വൈയുടെ ഇത് നോക്കുകയാണ്, അതിലും 4457. ഇപ്പം രണ്ടിടത്തും ട്രെയിനിങ് ഡാറ്റ സെയിം ആണ്. സോ ഇനി ടെസ്റ്റ് ഡാറ്റ സൈസ് നമ്മൾ നോക്കുകയാണ്. ഓക്കെ, 1115 അത്ര ഡാറ്റാസ് നമുക്ക് ടെസ്റ്റ് ഡാറ്റയിലുണ്ട്. ഓക്കെ, ഇത്രയെല്ലാം ക്ലിയർ ആയോ? എല്ലാവർക്കും കിട്ടിയോ? ഇത്രയും നമ്മുടെ ഡാറ്റാസിന് നമ്മൾ ആദ്യമേ എക്സും വൈയും ടാർഗറ്റും ലേബിളായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ദെൻ നമ്മുടെ ഡാറ്റാബേസ് നിന്ന് ട്രെയിനിങ് ഡാറ്റ ആയിട്ടും ടെസ്റ്റ് ഡാറ്റ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അത്രയും ഇവിടെ സംഭവിച്ചുള്ളൂ. ക്ലിയർ ആയോ എല്ലാവർക്കും? ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാല് നമുക്കിപ്പം എക്സിനകത്ത് കുറെ ട്രെയിനിങ് ഡാറ്റാസ് ഉണ്ട്. ഈ ഡാറ്റാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് എന്ന് പറയുന്നത് മൊത്തം SMS-കളാണ്. ഒരു SMS എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു സെന്റൻസ് ആയിരിക്കും. എന്താന്ന് വെച്ചാല് നമ്മുടെ എക്സിലുള്ള ഡാറ്റാസിനെ ആ സെന്റൻസിനെ എല്ലാം ഓരോ വേർഡുകളായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ഒരു ഭാഗിനെത്തിടുമെന്ന് വിചാരിക്കാം. അതായത് നമുക്കിപ്പോ കിട്ടിയ മെസ്സേജസിനകത്ത് നിന്ന് നമ്മുടെ ട്രെയിനിങ് ഡാറ്റ ആയിട്ട് മാറ്റിയ മെസ്സേജിലെ എല്ലാ മെസ്സേജിനകത്തുനിന്നും ഓരോ മെസ്സേജിലെയും വേർഡായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് നമ്മളൊരു ഭാഗിനെത്തിടുന്നു. നമ്മൾ ചെയ്തതിനു ശേഷം നമ്മൾ വേർഡായിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോഴത്തേക്കും റിപ്പീറ്റഡ് വേർഡ്സ് ഉണ്ടാകാം. എല്ലാ മെസ്സേജിലും റിപ്പീറ്റഡ് വേർഡ്സ് ഉണ്ടാകും. അപ്പൊ നമ്മൾ ആ റിപ്പീറ്റഡ് വേർഡ്സിനെ അവോയ്ഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ കുറച്ച് നമുക്ക് എന്താ ഒരു പഞ്ച്വേഷൻ മാർക്ക്, ആൻഡ്, ഓർ എന്നൊക്കെ പറഞ്ഞ ഈസ് എന്നൊക്കെ പറഞ്ഞ വേർഡുകൾ ഉണ്ടാകും. സോ ഈ ഈസ്, ആൻഡ് എന്ന് പറഞ്ഞ വേർഡിനൊക്കെ വലിയ നമ്മളൊരു വേർഡ് എന്ന് പറയുമ്പോഴത്തേക്കും വലിയ മീനിങ് ഇല്ലെങ്കിലും അതിനെ നമ്മൾ എന്ത് ചെയ്യും? റിമൂവ് ചെയ്ത് കളയും. അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാല് സെക്കൻഡ് സ്റ്റെപ്പാണ് മെഷീൻ ലേണിംഗിന്റെ ഡാറ്റ വ്രാങ്ക്ലിംഗ് എന്ന സ്റ്റെപ്പിലൂടെ നമ്മൾ കിടക്കുകയാണ് ഇവിടെ. സോ നമ്മൾ ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചാല് നമുക്ക് വേണ്ടാത്ത ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മുടെ ഡാറ്റയെ സ്പ്ലിറ്റ് ചെയ്യുന്നു. ദെൻ അതിനെ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുന്നു. ആ സ്റ്റെപ്സ് ആണ് ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ഈ കമാൻഡ് ഇതോടെ ഞങ്ങളൊന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുക, റൺ ചെയ്യുക. ഇവിടെ ഇത് ചെയ്തിരിക്കുന്നത് കൗണ്ട് വെക്ടറൈസർ എന്നൊരു ക്ലാസ് ഫംഗ്ഷൻ നമ്മളിവിടെ ഇമ്പോർട്ട് ചെയ്തിരിക്കുകയാണ് SQL ലൈബ്രറിയിൽ നിന്ന്. ഇവിടെ വെക്ടർ എന്ന് പറയുന്നത് ഈ ഒരു കൗണ്ട് വെക്ടറൈസർ ഫംഗ്ഷന്റെ ഒരു ഒബ്ജക്റ്റ് ആണ്. ദെൻ ആ ഒബ്ജക്റ്റിൽ നമുക്ക് ഫിറ്റ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷനാണ് നമ്മൾ ഇവിടെ കോൾ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഈ ട്രെയിനിങ് ഡാറ്റയിൽ ഫിറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വെച്ച് നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, നിങ്ങൾ ആ ഫിറ്റ് വെക്ടർ ഫിറ്റ് എക്സ്ട്രാ എന്ന് വിളിച്ചപ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടോ? ഓക്കെ, ഇതെന്താ നമ്മുടെ ഒരു ഈ പറഞ്ഞ SMS എന്ന് പറഞ്ഞ ആ ഒരു ഡാറ്റയുടെ അകത്ത് എല്ലാ സെന്റൻസും നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ഓരോ വേർഡ് നമുക്ക് കിട്ടുന്ന എത്ര വേർഡുകൾ ഉണ്ടെന്നായി കാണിക്കുന്നത്. ഓക്കെ, കുറെ ഉണ്ട് നമുക്ക്. സോ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ എന്താ ഓരോ യൂണിക് വേർഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഇപ്പൊ ഈ ഇത് നോക്കണം, നമ്മൾ ഒരു വേർഡും റിപ്പീറ്റഡ് ആയിട്ടില്ല, എല്ലാം യൂണിക് വേർഡ്സ് ആണ്. ദെൻ സ്റ്റോപ്പ് വേർഡ്സ് എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. അതെന്താന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നമുക്ക് ഈ പറഞ്ഞ പോലെ ആൻഡ്, ഈസ്, ഓഫ്, എക്സെട്ര ഈ സാധനങ്ങളൊക്കെ നമുക്ക് എന്താ ഒരു വേർഡ് എന്ന് പറഞ്ഞ പ്രത്യേക മീനിങ് നമ്മൾ ഒരു കൊടുക്കുന്നില്ലല്ലോ. നമ്മൾ എന്താ കൺജക്ഷൻ വേർഡ് നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. സോ ഇങ്ങനെയുള്ള വേർഡുകൾ സ്റ്റോപ്പ് വേർഡ്സ് ഒക്കെ നമ്മൾ റിമൂവ് ചെയ്യുകയാണ്. സോ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുന്നത്.
ഇപ്പം സ്റ്റോപ്പ് വേർഡ്സ് ഇവിടെ ഇംഗ്ലീഷിൽ നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ഇതിനകത്തുള്ള ഈ ആൻഡ്, ഈസ്, ഓഫ് അങ്ങനെ ഇംഗ്ലീഷിലെ സ്റ്റോപ്പ് വേർഡ്സ് എന്തൊക്കെയാണോ അതെല്ലാം അങ്ങ് റിമൂവ് ചെയ്ത് പൊക്കോളും. ദെൻ നമ്മുടെ എക്സിനെ നമ്മളൊന്നുകൂടെ ഫിറ്റ് എന്ന ഫംഗ്ഷൻ വെക്ടറൈസറിൽ എന്നുള്ള ഒരു വേരിയബിൾ നമ്മൾ ഒന്നുകൂടെ ഫിറ്റ് ചെയ്യുകയാണ്. നമ്മൾ ഫിറ്റ് ചെയ്തിട്ട് ആ ഫംഗ്ഷൻ കോൾ ചെയ്യുകയാണ്. ഇതെല്ലാം നമുക്ക് പ്രീ ഡിഫൈൻഡ് ഉള്ള ഫംഗ്ഷൻസ് ആണ്. ഫിറ്റ് എന്നുള്ള ഫംഗ്ഷൻസും വൊക്കാബുലറി എന്നുള്ള ഫംഗ്ഷൻസ് ഒക്കെ പ്രീ ഡിഫൈൻഡ് ആണ്. നമ്മൾ ജസ്റ്റ് കോൾ ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇവിടെ നമ്മൾ ആ സ്റ്റോപ്പ് വേർഡ്സ് ഒക്കെ കളഞ്ഞിട്ട് നമ്മൾ ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കിയതാണ്. വീണ്ടും നമ്മുടെ വേർഡ്സ് ഒക്കെ ഒന്ന് പ്രിന്റ് ചെയ്താണ്. വീണ്ടും നമുക്ക് ഇങ്ങനെ കുറെ വേർഡുകൾ കിട്ടും. കിട്ടുന്നുണ്ടോ എല്ലാവർക്കും? ഓക്കെ, വീണ്ടും നമ്മള് നമ്മുടെ എന്താ പറയാ സ്റ്റോപ്പ് വേർഡ്സ് അതുപോലെ പഞ്ച്വേഷൻ മാർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളൊന്ന് കൊടുത്ത് കളഞ്ഞ് റിമൂവ് ചെയ്തതിനു ശേഷം നമുക്ക് ടോട്ടൽ എത്ര വേർഡ്സ് ഉണ്ട് എന്നൊക്കെ നമുക്കൊന്ന് നോക്കാനായിട്ട് നമ്മൾ ഇത് ഒരു ഫംഗ്ഷനോടെ കോൾ ചെയ്യുകയാണ്. ഒന്നുകൊണ്ട് നമ്മുടെ ഡാറ്റ ഇതെല്ലാം ഡാറ്റ ക്ലീനിങ് അല്ലെങ്കിൽ ഡാറ്റ റാങ്കിലിങ്ങിന്റെ ഭാഗമായിട്ടുള്ള സ്റ്റെപ്സ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയ വേർഡ്സ് അപ്പൊ ന്യൂമറിക്കൽ ആയിട്ടുള്ള നമ്പേഴ്സ് കാണും, അതുപോലെ അല്ലാണ്ട് വേർഡ്സുകൾ കാണും. സോ ഇതെല്ലാം നമുക്ക് ഇവിടെ എന്താ ഒരു ആൽഫബറ്റിക് ഓർഡറിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരികയാണ്. ഇവിടെ നോക്കിയറിയാം, നമ്മളെ 0 തൊട്ടാണ് തുടങ്ങുന്നത്. 0000 ഇങ്ങനെ തുടങ്ങിയിട്ട് നമുക്ക് എന്തോരം വേർഡ്സ് ഉണ്ടോ അതെല്ലാം ഓരോന്നോരോന്നായിട്ട് നമുക്ക് കിട്ടുകയാണ്. അത് ആൽഫബറ്റിക് ഓർഡറിലാണ്. ഇവിടെ അസ്യൂംഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് നമുക്ക് കിട്ടിയ വേർഡ്സ് എല്ലാം നമുക്ക് ഇങ്ങനെ ആൽഫബറ്റിക് ഓർഡറിൽ സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. സോ അതിന്റെ ടോട്ടൽ നമ്പർ നോക്കുവാണ് നമുക്ക് കിട്ടുന്നത് 8444 ആണ്. അപ്പം അത്രയും വേർഡ്സ് ഇപ്പൊ നമുക്ക് നമ്മുടെ ഈ ഒരു നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. സോ ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിലോട്ട് പോവുകയാണ്. നമ്മളിപ്പം ട്രാൻസ്ഫോം ചെയ്ത ട്രെയിനിങ് ടെസ്റ്റ് ഡേറ്റയെ ഇത് നമ്മൾ എസ്റ്റും നമ്മൾ രണ്ടും നമ്മൾ ഒന്ന് ട്രാൻസ്ഫോം ചെയ്തെടുക്കുകയാണ്. സോ അതിനോട് നിങ്ങൾ ഈ കമാൻഡോട് ഒന്ന് കോപ്പി ചെയ്ത് റൺ ചെയ്ത് നോക്കുക. ഇതെല്ലാം നമുക്ക് ഇൻബിൽട്ട് ഫംഗ്ഷൻ ഒരുപാട് ഡീപ്പായിട്ട് നമ്മൾ നോക്കണ്ട. ജസ്റ്റ് നമ്മൾ ടെസ്റ്റ് കിട്ടുന്ന ഡാറ്റ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ നമുക്ക് അൽഗോരിതത്തിൽ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗത്തോട്ട് മാറ്റുന്നു. ഓക്കെ, ദെൻ ഇവിടെ നമ്മൾ നെയിവ് ബേസ് ക്ലാസിഫയറിന്റെ ഒരു ആ ഫംഗ്ഷൻ വിളിച്ച് നമ്മൾ അതിലോട്ടൊന്ന് നമ്മൾ ഡാറ്റയെ പാസ് ചെയ്ത് കൊടുക്കുകയാണ്, ട്രെയിനിങ് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ നമ്മൾ മൾട്ടിനോമിയൽ NB എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ വെച്ചിട്ടാണ് നമ്മളിവിടെ നെയിവ് ബേസ് ക്ലാസിഫയറിന്റെ ആ ഒരു അൽഗോരിതത്തിലോട്ട് നമ്മുടെ ഡാറ്റാസ് നമ്മൾ പാസ് ചെയ്ത് കൊടുക്കും ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട്. അതിന്റെ സ്റ്റെപ്സ് ആണ് ഈ വരുന്നത്. നമ്മുടെ മെഷീൻ ലേണിംഗിന്റെ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയാൻ പറ്റും. sklearn naive base import multinoble നമ്മൾ ആ multinoble NP എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമ്മൾ കോൾ ചെയ്തു. അതിന്റെ ഒബ്ജക്റ്റ് ആണ് MNB എന്ന് റെഫർ ചെയ്താക്കുന്നത്. അതിനകത്ത് നിന്ന് ഈ NNBക്കകത്ത് നമ്മൾ multinoble ഈ ക്ലാസ് ആണ് വരുന്നത്. സോ അതിനകത്ത് നിന്ന് എക്സ് ട്രെയിൻ, ട്രാൻസ്ഫോംഡ്, ബൈ ട്രെയിനും എല്ലാം നമ്മൾ വെച്ച് നമ്മൾ ഫിറ്റ് ചെയ്തു. പ്രൊഡിക്ഷൻ ക്ലാസ് നമ്മൾ ഈക്വൽ ടു എന്ന് പറഞ്ഞ പ്രൊഡിക്ഷൻ നമ്മൾ എന്താണ് ടാസ്ക് ആയിട്ട് കിട്ടേണ്ടത് അതിലോട്ട് നമ്മൾ ടെസ്റ്റ് ഡാറ്റയെ പാസ് ചെയ്ത് നമ്മൾ പ്രൊഡിക്ഷൻ ക്ലാസ് ഒബ്റ്റെയിൻ ചെയ്തു. ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൂ. നമുക്ക് ഓക്കെ, ഇത്രയൊക്കെ എറർ എന്തെല്ലാം കിട്ടുന്നുണ്ടോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആർക്കെങ്കിലും? ഇപ്പൊ നമ്മളെ അൽഗോരിതം നമ്മൾ ഡേറ്റ ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇന്നലെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ നമുക്ക് ഇതിന്റെ പെർഫോമൻസ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. സോ അതിനുവേണ്ടിയാണ് നമ്മൾ ഈ കൺഫ്യൂഷൻ മെട്രിക്സ് യൂസ് ചെയ്യാൻ പോകുന്നത്.
സോ നമ്മൾ കൺഫ്യൂഷൻ മാട്രിക്സ് യൂസ് ചെയ്യാൻ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. നമ്മുടെ ഈ SKLN ലൈബ്രറിക്ക് അതിനുള്ള ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ട്. മെട്രിക്സ് എന്ന് പറഞ്ഞ ക്ലാസ് ഉണ്ട്. നമ്മൾ അതിനെ ഇമ്പോർട്ട് ചെയ്താൽ മതി. സോ നമ്മൾ അതിനെ ഇമ്പോർട്ട് ചെയ്യുകയാണ്. അപ്പം ഈ ഒരു ഒറ്റ നമുക്ക് ഇതിന്റെ മെട്രിക്സിന്റെ ആക്യുറസി നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് 0.98. അത്രയും ആക്യുറസി ഉണ്ടെന്നാണ് നമുക്ക് പറയുന്നത്. പക്ഷെ നമ്മുടെ ഡാറ്റാ സെറ്റിന് ഇപ്പൊ അൽഗോരിത്തിന്റെ ഒരു പെർഫോമൻസ് നമുക്ക് വന്നാക്കുന്നത്. സോ നമ്മുടെ ഡാറ്റാ സെറ്റിനെ ആശ്രയിച്ചിരിക്കും ബാക്കി നമ്മുടെ ഫൈനൽ റിസൾട്ട് കിട്ടുന്നതെന്ന് വെച്ചാൽ പറഞ്ഞാല്. ഇപ്പം ഈ വൈ പ്രഡിക്ഷൻ ക്ലാസ്സിനകത്ത് നോക്കുവാണെങ്കിൽ നമ്മൾ അറേ ആയിട്ട് കിട്ടിയിരിക്കുന്നതാണ്. അത് മൊത്തം ഹാമെന്ന് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. ഓക്കെ, ദെൻ നമ്മളിവിടെ ഒരു കൺഫ്യൂഷൻ മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യുകയാണ്. നമ്മുടെ ആ ഒരു കൺഫ്യൂഷൻ മെട്രിക്സ് അതിനകത്തെ ഡേറ്റാസ് ഒന്ന് കാണാനായിട്ട്, നമ്മുടെ ആ പെർഫോമൻസ് അനലൈസ് ചെയ്യാനായിട്ട്. ഓക്കെ, നമ്മൾ ഇന്നലെ കണ്ട പോലെ എന്താ കൺഫ്യൂഷൻ മെട്രിക്സ് കിട്ടിയിട്ടുണ്ട് അല്ലെ, ഒരു 2x2 മെട്രിക്സ്. എല്ലാവർക്കും ഇങ്ങനെ മെട്രിക്സ് കിട്ടിയോ? ഓക്കെ, മെട്രിക്സ് കിട്ടി. ഇനി നമുക്ക് TP എന്താണ്, FP എന്താണ്, FN എന്താണ്, TP എന്ന് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ദെൻ TP, TN, FP അതൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ സെൻസിറ്റിവിറ്റി, സ്പെസിഫിസിറ്റി, പ്രിസിഷൻ ഇതൊക്കെ നമുക്ക് കണ്ടുപിടിക്കുന്നതിനെ പറയുന്നു ഓരോ ഇക്വേഷൻ വെച്ച്. സോ നമ്മൾ അതെല്ലാം ഫൈൻഡ് ചെയ്യാൻ പോവുകയാണ് ഈ ഒരു അൽഗോരിതത്തിന്റെ. സെൻസിറ്റിവിറ്റി ആ ഒരു ഇക്വേഷൻ ആണിത്. സ്പെസിഫിസിറ്റി, പ്രിസിഷൻ. സെൻസിറ്റിവിറ്റി 0.98 കിട്ടുന്നുണ്ട്. സ്പെസിഫിസിറ്റി ആണെങ്കിൽ നമുക്ക് 0.95 കിട്ടുന്നുണ്ട്. പ്രിസിഷൻ ആണെങ്കിലും 0.99 കിട്ടുന്നുണ്ട്. അപ്പൊ എല്ലാം നമുക്ക് നോക്കുവാണെങ്കിൽ അൽഗോരിതം എന്താ അത്രയും പെർഫോമൻസ് കൊടുക്കുന്നുണ്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇത്രയും ക്ലിയർ ആയി എല്ലാവർക്കും? നമ്മൾ ഫസ്റ്റ് ഡേറ്റ എടുത്തു, ഡേറ്റ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ഇപ്പൊ നമുക്ക് ഇങ്ങനൊരു ഡേറ്റ ആയതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് ഗ്രാഫ് ഒന്നും വരച്ച് നോക്കാണ്ടിരുന്നത്. ഇത് നമുക്ക് SMS ഹാം ആണോ സ്പാം ആണോ നോക്കാൻ ഗ്രാഫ് വരച്ച് നോക്കേണ്ട വലിയ കാര്യമില്ലല്ലോ. സോ അതുകൊണ്ടാണ് ഗ്രാഫ് വരച്ച് നോക്കാണ്ടിരുന്നത്. ഇപ്പൊ ചില ഡേറ്റാസ് ആണ് നമുക്ക് കോറിലേഷനെ കണ്ടുപിടിക്കേണ്ട കേസ് വരും. അപ്പൊ നമ്മളെ ഹീറ്റ് മാപ്പ് ഒക്കെ യൂസ് ചെയ്ത് അതൊക്കെ ഒന്ന് പിക്ചർ റെപ്രസെന്റ് ചെയ്ത് നമ്മുടെ ഡേറ്റ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടാണ് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാനായിട്ട്. സോ നമ്മുടെ ഡേറ്റ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ഡേറ്റയെ നമ്മൾ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. എന്താണ് നമുക്ക് ഇൻപുട്ട് ആയിട്ട് കിട്ടേണ്ടത്, എന്താണ് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടേണ്ടത് ഡാറ്റ സ്പ്ലിറ്റ് ചെയ്തു. ദെൻ നമ്മൾ ഡാറ്റയെ നമ്മൾ ട്രെയിനിങ് ഡാറ്റ ആയിട്ടും ടെസ്റ്റ് ഡാറ്റ സ്പ്ലിറ്റ് ചെയ്തു. ദെൻ ആ ട്രെയിനിങ് ഡാറ്റയെ നമ്മൾ ട്രാൻസ്ഫോം ചെയ്തു. നമുക്ക് വേണ്ട ഒരു ഫോർമാറ്റ് നമ്മൾ മാറ്റി ദെൻ അതിനെ നമ്മൾ ട്രെയിനിങ് ചെയ്തു അൽഗോരിതത്തിലോട്ട്. അൽഗോരിതം ട്രെയിനിങ് ചെയ്ത് കഴിഞ്ഞ് നമ്മളവിടെ പെർഫോമൻസ് കണ്ടുപിടിച്ചു. ദെൻ പെർഫോമൻസ് കാൽക്കുലേറ്റ് ചെയ്തു. ദെൻ ഇനി നമ്മൾ നോക്കാൻ പോകുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ കൊടുത്ത ഇത്ര നമ്മളെ ജുപ്പിറ്റർ നോട്ട്ബുക്കിനകത്ത് ചെയ്തേ. സോ ഇതിനകത്ത് തന്നെ ബാക്കി ചെയ്യുവാണെങ്കിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞൊരു മെസ്സേജ് എൻ്റർ ചെയ്യുകയും അത് നമുക്ക് ഹാം ആണോ സ്പാം ആണോ ഐഡന്റിഫൈ ചെയ്ത് തരാം എന്നൊക്കെ പറയുവാണെങ്കിൽ ഒരു യൂസർ ഇന്റർഫേസ് കുറവല്ലേ. സോ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത ഈ ഒരു ഡേറ്റ, ഈ അൽഗോരിതം നമ്മൾ ഒരു ജോബിലിപ് ഫയലായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുകയാണ്. സോ അതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ മൾട്ടിനമൽ NB മോഡലിലെ പിക്കിൾ ഫയൽ എന്ന് പറയുന്നത് നമുക്ക് ഇതിനെ. സോ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ലൈബ്രറിയാണ് ജോബിലിബ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ 2 ഫയലുകളായിട്ട് നമ്മളിന്ന് കൺവേർട്ട് ചെയ്ത് നോക്കുകയാണ്. നിങ്ങൾ ജോബിലിബ് എന്ന് പറഞ്ഞ ലൈബ്രറി ഇൻസ്റ്റാൾ ചെയ്തില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം ഈ ഒരു പ്രോസസ്സിലേക്ക് എറർ വരാം. നിങ്ങൾക്ക് എറർ ഒന്നും വരുന്നില്ല, സക്സസ്ഫുള്ളി ഈ ഒരു ഫയൽ സേവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഒരു പിക്കിൾ ഫയൽ ആയിട്ട് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കൗണ്ട് വെക്ടറൈസർ ഡോട്ട് ജോബിലിബ് എന്ന് പറയുന്ന നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടും. എല്ലാവർക്കും ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് കിട്ടിയോ? ഓക്കെ, ഇവിടെ നമ്മളിപ്പോ നമ്മുടെ ഡേറ്റയെ ട്രെയിൻ ചെയ്ത് സെറ്റാക്കി നമ്മൾ അൽഗോരിതം ഫിനിഷ് ചെയ്തൊരു ഫോർമാറ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അൽഗോരിതം എക്സിക്യൂട്ട് ചെയ്യണം. സോ അതിനുവേണ്ടി നമുക്ക് സ്ട്രീംലെറ്റ് ആണ് യൂസ് ചെയ്യാൻ ഇന്നലെ നമ്മൾ കണ്ടേ. സോ നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് എഡിറ്റർ ഒന്ന് ഓപ്പൺ ആക്കുക.
നിങ്ങൾ NLTK എന്ന് പറഞ്ഞ ലൈബ്രറി ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തായിരുന്നല്ലോ അല്ലേ? ഓക്കെ, നിങ്ങൾ ടെക്സ്റ്റ് എഡിറ്റർ ഓപ്പൺ ആക്കിയിട്ട് നമുക്ക് വേണ്ട ഫസ്റ്റ് ഇമ്പോർട്ട് ചെയ്യേണ്ട ആ ഒരു ലൈബ്രറീസ് ഒക്കെ നമ്മളൊന്ന് ഇൻസ്റ്റാൾ ഒന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം കുറേ ലൈബ്രറീസ് നമുക്ക് ആവശ്യം വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഇവിടെ ലൈബ്രറീസ് നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുത്തു. ദെൻ നമ്മൾ ഒരു ടൈറ്റിൽ കൊടുക്കണം. നമ്മുടെ ഈ വെബ് ആപ്ലിക്കേഷൻ എന്ത് വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ ടൈറ്റിൽ കൊടുക്കുന്നു. നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്യുക കേട്ടോ, നിങ്ങളുടെ ടെസ്റ്റിലോട്ട് കോപ്പി പേസ്റ്റ് ചെയ്യുക. ദെൻ നമ്മുടെ ജുപ്പിറ്റർ നോട്ട്ബുക്ക് നമ്മൾ ബിഗ് ഫയൽ ആയിട്ട് സേവ് ചെയ്ത ആ 2 ഫയൽസും നമ്മൾ ഇങ്ങോട്ട് കോൾ ചെയ്യാണ്, ഇവിടെ ഓപ്പൺ ആക്കാൻ നോക്കുകയാണ്. സോ അതിനുവേണ്ടി നമ്മൾ സ്പാം മോഡൽ വെക്ടറൈസർ എന്നും പറഞ്ഞ നമ്മൾ 2 ഫയൽ നമ്മളിവിടെ സേവ് ആയി കിട്ടി നമുക്ക്. സോ ആ 2 ഫയൽ നമുക്ക് ഇങ്ങോട്ട് ഓപ്പൺ ആക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് joblib.load എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. ദെൻ നമുക്കൊരു മെസ്സേജ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണം, അത് സ്പാം ആണോ ഹാം ആണോ എന്ന് അറിയാനായിട്ട്. സോ ആ മെസ്സേജ് എൻ്റർ ചെയ്യാനായിട്ടുള്ള ഒരു ടെക്സ്റ്റ് ഏരിയ അത് നമ്മളിവിടെ കൊടുക്കുകയാണ് നമ്മുടെ ആപ്ലിക്കേഷനിൽ. അതിനുവേണ്ടി നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ ടെക്സ്റ്റ് ഏരിയ നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. ദെൻ നമ്മൾ കൊടുത്ത ടെക്സ്റ്റിനെ വെക്ടറൈസ് ചെയ്ത് വേർഡ് വൈസ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് നമുക്ക് നമ്മൾ അൽഗോരിതത്തിലോട്ട് ട്രെയിൻ ചെയ്യിപ്പിക്കാനായിട്ട് നമ്മൾ ഫംഗ്ഷൻ യൂസ് ചെയ്യുകയാണ്. അതിനാണ് ഈ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ദെൻ ഇവിടെ നമ്മൾ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്. വേറൊന്നുമല്ല, നമ്മളൊരു ഫംഗ്ഷൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സ്പാം പ്രെഡിക്റ്റ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. അതോടെ നമ്മൾ ഇവിടെ ഇൻപുട്ട് ചെയ്ത ടെസ്റ്റ് പാസ് ചെയ്ത് കൊടുക്കുന്നു. ദെൻ പ്രൊഡക്ഷൻ ഇസ് ഈക്വൽ ടു സ്പാം പ്രെഡിക്റ്റ്. നമ്മളിപ്പം ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ആ ജോബിൽ ഫയലിലോട്ട് നമ്മൾ ഈ ഒരു ഫയൽ നമ്മൾ ടെക്സ്റ്റ് പാസ് ചെയ്ത് കൊടുക്കുന്നു. ദെൻ പ്രൊഡക്ഷന്റെ വാല്യൂ നമുക്ക് 0 ആണോ 1 ആണോ നമ്മൾ നോക്കുന്നുണ്ട്. 0 ആണെങ്കിൽ സ്പാം എന്നും 1 ആണെങ്കിൽ ഹാം എന്നും നമ്മളോട് കൊടുക്കുന്നു. പ്രൊഡക്ഷൻ നമ്മൾ റിട്ടേൺ ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ നമ്മൾ നടക്കുന്ന കാര്യങ്ങൾ. സോ നമ്മൾ ആ ഫംഗ്ഷനും ഡിഫൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ദെൻ ഇതെല്ലാം സംഭവിക്കണം, നമ്മൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് നമുക്ക് റിസൾട്ട് കിട്ടണമല്ലോ. റിസൾട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ ഒരു ബട്ടൺ കൊടുക്കണം, സബ്മിറ്റ് എന്ന് പറഞ്ഞ്. ആ ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് റിസൾട്ട് വരണം. നമ്മൾ കൊടുത്ത മെസ്സേജ് അല്ലെങ്കിൽ മെയിൽ എന്താണ്, സ്പാം ആണോ അതോ ഹാം ആണോ എന്നുള്ള റിസൾട്ട് നമുക്ക് വരണം. സോ അതുകൊണ്ട് നമ്മളൊരു ബട്ടൺ നമ്മൾ കൊടുക്കുകയാണ്. ഇത്രയാണ് നമ്മുടെ സ്ട്രീംലെറ്റിനകത്ത് നമ്മൾ എഴുതുന്ന കോഡ്, പൈതൺ കോഡുകൾ. സോ ഇത്രയും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഫസ്റ്റ് ലൈബ്രറീസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തു, ദെൻ ഇമ്പോർട്ട് ചെയ്തു. ദെൻ നമ്മുടെ ആ 2 പിക്കിൾ ഫയൽസിൽ റീഡ് ചെയ്തു. ദെൻ നമ്മൾ ടെക്സ്റ്റ് നമ്മൾ റീഡ് ചെയ്യാൻ ടെസ്റ്റ് ഏരിയ കൊടുത്തു. നമുക്ക് കിട്ടിയ ടെസ്റ്റ് നമ്മൾ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ വെച്ച് അതിലോട്ട് പാസ് ചെയ്ത് നമ്മൾ ഈ ഒരു ജോബിലി ഫയലോട്ട് നമ്മൾ പാസ് ചെയ്ത് കൊടുത്തു. ദെൻ നമുക്ക് കിട്ടിയ റിസൾട്ട് എന്താണെന്ന് റിസൾട്ട് കിട്ടാനായിട്ട് ഒരു സബ്മിറ്റ് ബട്ടൺ ക്രിയേറ്റ് ചെയ്ത് ആ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ട് ഒരു മെസ്സേജ് ആയിട്ട് കിട്ടാനായിട്ട് നമ്മൾ ആ ഒരു കമാൻഡ് കൊടുത്തു. ദെൻ ഇത് നിങ്ങളൊരു ഫയൽ സേവ് ചെയ്യുക, മീൻസ് എന്തെങ്കിലും .py ഫയലിൽ ഇപ്പൊ നിങ്ങളിപ്പം ഈ ഒരു നിങ്ങളുടെ ഡേറ്റാ സെറ്റും ഈ ജുപ്പിറ്റർ നോട്ട്ബുക്ക് ഓപ്പൺ ആക്കിയ ഒരു ഫോൾഡർ ഇല്ലേ, ആ ഫോൾഡറിന്റെ അകത്ത് നിങ്ങൾ സേവ് ചെയ്യണം. എന്തെങ്കിലും ഒരു പേര്, ഇപ്പൊ ഹാമെന്നോ എന്തെങ്കിലും ഒരു പേര് .py കൊടുത്ത് പൈതൺ ഫയൽ ആക്കി നിങ്ങൾ സേവ് ചെയ്യുക.
ഓക്കെ, സേവ് ചെയ്തതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ കമാൻഡ് പ്രോംപ്റ്റ് CMD തിരിച്ചു വരിക. ഇപ്പോൾ നിങ്ങളുടെ ജുപ്പിറ്റർ നോട്ട്ബുക്ക് ഇവിടെ റണ്ണിങ് ആയിരിക്കും. നിങ്ങൾ അത് ജസ്റ്റ് ഒന്ന് Ctrl+C കൊടുത്ത് സ്റ്റോപ്പ് ചെയ്യുക. ഇത് നിങ്ങളെ നിങ്ങളുടെ ഏത് ഫോൾഡറിലാണ് ഇപ്പം നിങ്ങളുടെ ആ ഒരു ഓൾറെഡി നിങ്ങൾ ആ ഫോൾഡറിൽ തന്നെ ആയിരിക്കും നിൽക്കുക, പാത്ത് നിൽക്കുന്നതല്ലേ, അപ്പം കുഴപ്പമില്ല. ദെൻ അവിടെ നിങ്ങൾ സ്ട്രീംലിറ്റ് റൺ നിങ്ങൾ കൊടുത്ത ഫയൽ നെയിം എന്താണോ .py കൊടുത്ത് കോൾ ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും ഇങ്ങനൊരു സ്ക്രീൻ കിട്ടിയോ നിങ്ങളുടെ ബ്രൗസറിൻ്റെ അകത്ത് സ്ട്രീംലിറ്റ് ആപ്ലിക്കേഷനായിട്ട്? ഓക്കെ, ആർക്കെങ്കിലും ലോഡായി കിട്ടിയോ ഈ ഒരു സ്ക്രീൻ? ഓക്കെ, നിങ്ങളോട് എന്തെങ്കിലും ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്ത് കൊടുത്തേ ആ ടെസ്റ്റിലേക്കത്. നിങ്ങൾ മെസ്സേജ് ടൈപ്പ് ചെയ്തതിനു ശേഷം ആ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടോ? ഓക്കെ, നിങ്ങൾക്ക് ഹാമും സ്പാമും കിട്ടുന്നുണ്ടോ? എനിക്കിവിടെ ഞാൻ എന്ത് കൊടുത്തിട്ട് ഹാമെന്നേ കിട്ടുന്നുള്ളൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്പാം മെസ്സേജ് എടുത്ത് സ്പാം തന്നെ കിട്ടുന്നുണ്ടോ? ഓക്കെ, എല്ലാ ഹാമെന്നാ കിട്ടുന്നത്. ഇപ്പം ഓക്കെ, അത് റീസൺ പറയട്ടെ. നമ്മളെ ഡാറ്റ സെറ്റ് നമ്മൾ നോക്കിയപ്പം നമ്മൾ ഹാമിന്റെ സ്പാമിന്റെ ഒരു എണ്ണം നോക്കിയായിരുന്നു. അപ്പം അതിൽ നമുക്ക് ഓക്കെ അറിയാം ഏറ്റവും കൂടുതൽ ഹാം ആയിരുന്നു, ഹാം മെസ്സേജസ് ആയിരുന്നു. അപ്പൊ നമ്മുടെ ഡാറ്റ സെറ്റ് അവിടെ തന്നെ ഒരു ഇതാണ് വന്നാക്കുന്നത്. അപ്പൊ അത്രയും കൂടുതൽ ഡാറ്റാസ് നമ്മൾ ട്രെയിൻ ചെയ്തെല്ലാം ഹാം ആയതുകൊണ്ട് സോ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ റിസൾട്ടിനെ ബാധിക്കും. ഇത് തുടക്കത്തിലേ പറഞ്ഞു, നമ്മൾ എപ്പോഴും മെഷീൻ ലേണിംഗിന്റെ ഏറ്റവും ഒരു ബുദ്ധിമുട്ടാണ്. നമ്മളിപ്പോൾ ഏത് പ്രൊജക്ട് ചെയ്യാൻ പോവാണേലും നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്ന ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള സംഭവമാണ് നമുക്ക് ഡാറ്റ സെറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുള്ളത്.
ഇപ്പൊ നമ്മൾ മാക്സിമം നമ്മളിപ്പോ സ്വന്തമായിട്ട് ഡാറ്റ കളക്ട് ചെയ്ത് ഡാറ്റ സെറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിലും അതിൽ നമുക്ക് പ്രശ്നം വരും. നമുക്ക് ലിമിറ്റേഷൻ ഉണ്ട്. നമുക്കിപ്പം കൂടിപ്പോയ ഒരു 1000 അല്ലെങ്കിൽ അത്രയും ഡാറ്റ പോലും നമുക്ക് സ്വന്തമായിട്ട് കളക്ട് ചെയ്തെടുക്കാൻ പറ്റുമായിരുന്നില്ല. അതാണ് വീണ്ടും ഇന്റർനെറ്റിനെ ആശ്രയിക്കും. സോ ഏറ്റവും എത്ര കൂടുതൽ ഡാറ്റയെ വെച്ച് നമ്മുടെ അൽഗോരിതത്തെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നു അത്രയും മാർക്കായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. അതിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് വേണ്ട ഡാറ്റ കിട്ടാനാണ് പാട്. സോ എന്തായാലും നിനക്കൊരു പ്രൊസീജിയർ അല്ലെങ്കിൽ ഒരു നേവ് ബേസ് ക്ലാസിഫയറിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. വർക്കിംഗ് ഒക്കെ ഓക്കെ ആണോ എല്ലാവർക്കും? ഓക്കെ, ദെൻ നമുക്ക് നമ്മുടെ ഒരു അൺസൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗിന്റെ ഒരു അൽഗോരിതം കൂടെ നമുക്ക് നോക്കിയാലോ? ഓക്കെ, ഓക്കെ, നമ്മൾ ഇനി നോക്കാൻ പോകുന്ന ഇതൊരു അൽഗോരിതം ആണ്, അല്ലെങ്കിൽ ക്ലാസിഫയർ ആണ്. ഇതിന്റെ പേര് കെ മീൻ ക്ലസ്റ്ററിംഗ് എന്നാണ്. ഇപ്പൊ ക്ലസ്റ്ററിംഗ് എന്ന് പറഞ്ഞ സാധനം നമ്മൾ എവിടാന്നാ പറഞ്ഞേ? അൺസൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു ടൈപ്പ് ഓഫ് ക്ലാസിഫയർ അൽഗോരിതമാണ് ക്ലസ്റ്ററിംഗ് എന്ന് പറയുന്നത്. അപ്പം ആ ക്ലസ്റ്ററിംഗിന്റെ അകത്ത് ഒരു മെത്തേഡാണ് കെ മീൻ ക്ലസ്റ്ററിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നതും കെ മീൻ ക്ലസ്റ്ററിംഗ് ആണ്. സോ ഓൾറെഡി എന്താണ് അൺസൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ് എന്നൊക്കെ നമുക്ക് കുറെ പറഞ്ഞിരുന്നു. നമ്മൾ തന്നെ പഠിക്കുകയാണ്, നമ്മൾ ലേബൽ ഡാറ്റ ഒന്നുമല്ല. ഇപ്പൊ നമ്മൾ ഇപ്പൊ ചെയ്ത ഡാറ്റാസ് നോക്കുവാണെങ്കിലും ഓരോ SMS കൊടുത്തിട്ടും ഇത് ഹാം ആണ്, ഇത് സ്പാം ആണ് എന്ന് പറഞ്ഞ ലേബൽ ചെയ്ത് നമ്മൾ ഡാറ്റ സെറ്റ് വെച്ചിട്ടാണ് നമ്മൾ അൽഗോരിതം ട്രെയിൻ ചെയ്യിപ്പിച്ചത്. സോ അൺസൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ് കൊടുക്കുവാണെങ്കിൽ അങ്ങനെ ലേബൽ ഒന്നും കാണില്ല, കുറെ മെസ്സേജുകൾ കൊടുക്കത്തേ ഉള്ളൂ. സോ അത് തന്നെ നമ്മൾ മെഷീൻ തന്നെ അത് റീഡ് ചെയ്ത് അനലൈസ് ചെയ്ത് അതിന്റെ കോമൺ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ വെച്ച് അനലൈസ് ചെയ്ത് അത് ഡിഫറെന്റ് ക്ലസ്റ്റേഴ്സ് ഒക്കെ ആക്കിയാണ് നമ്മൾ അതിനെ പെർഫോം ചെയ്യുന്നത്. സോ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഈ പിക്ചർ നോക്കിയാൽ മതി. നമ്മുടെ സൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ് ആണെങ്കിൽ നമ്മൾ ആപ്പിൾ കൊടുത്തിട്ട് ദീസ് ആർ ആപ്പിൾസ് എന്ന് പറഞ്ഞു കൊടുത്ത് നമ്മുടെ മോഡലിനെ പഠിപ്പിക്കും. ദെൻ പ്രഡിക്ഷൻ നടത്തും ഇറ്റ്സ് ആൻ ആപ്പിൾ എന്ന് പറഞ്ഞ്. പക്ഷേ അൺസൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ് ആണല്ലോ, കുറെ ഫ്രൂട്ട്സ് കൊടുക്കും, ഇൻപുട്ട് ഡാറ്റ റോ ഡാറ്റ ആയിരിക്കും, അത് കൊടുക്കും, മോഡൽ അനലൈസ് ചെയ്ത് അതിനെന്താ ഓരോന്നും ഓരോ ക്ലസ്റ്റേഴ്സ് ഓരോ ഗ്രൂപ്പായിട്ട് നമുക്ക് തന്നെ എന്താ ഇൻവേർട്ട് ചെയ്ത് ഔട്ട്പുട്ട് ചെയ്ത് തരും. അപ്പൊ അതാണ് ഈ അൺസൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. അൺസൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് ടൈപ്പ് ഓഫ് ക്ലാസിഫയേഴ്സ് ആണ്, ക്ലസ്റ്ററിങ്ങും അസോസിയേഷനും. എന്താണ് ക്ലസ്റ്ററിംഗ് എന്ന് ഓൾറെഡി പറയുന്നത്? ക്ലസ്റ്ററിംഗ് എന്ന് പറഞ്ഞാൽ മെത്തേഡ് ഓഫ് ഗ്രൂപ്പിംഗ് ഒബ്ജക്ട്സ് ആണ്. സിമിലാരിറ്റി വെച്ച് നമ്മളെ ഒബ്ജക്ട്സിനെ ഗ്രൂപ്പ് ചെയ്യുന്ന ക്ലസ്റ്ററിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അസോസിയേഷൻ എന്ന് പറയുന്നതോ, അസോസിയേഷൻ എന്ന് പറയുന്നത് സിമിലാരിറ്റി വെച്ചല്ല, അത് നമ്മുടെ റിലേഷൻഷിപ്പ് വെച്ചിട്ട് നമ്മൾ ഡാറ്റാസിനെ ഗ്രൂപ്പ് ചെയ്യുന്നതാണ് നമ്മൾ അസോസിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ക്ലസ്റ്ററിങ്ങും അസോസിയേഷൻ എന്താണെന്ന് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടുന്നു വിചാരിക്കുന്നു. അൺസൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ് എന്താണ്, അതിലെ ക്ലസ്റ്ററിങ്ങും അസോസിയേഷൻ ഉണ്ടെന്നും വിചാരിക്കുന്നു. സോ ഇതാണ് ക്ലസ്റ്ററിങ്ങിന്റെ ഒരു റോ പിക്ചർ എന്ന് പറയുന്നത്. റോ ഡാറ്റ കൊടുക്കും, അൽഗോരിതം തന്നെ അനലൈസ് ചെയ്ത് അതിനെ ഡിഫറെന്റ് ക്ലസ്റ്റേഴ്സ് ആയിട്ട് നമുക്ക് തരും. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്ലസ്റ്ററിംഗ് ആണ്. ഇപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മൾ നോക്കാൻ പോകുന്നത് കെ മീൻ ക്ലസ്റ്ററിംഗ് ആണ്. അപ്പം അതും ഒരു ടൈപ്പ് ഓഫ് ക്ലസ്റ്ററിംഗ് ആണ്. അപ്പം ക്ലസ്റ്ററിംഗ് മെയിൻ ആയിട്ട് പറയുന്നത് 3 ടൈപ്സ് തന്നെ പറയാൻ പറ്റും. എക്സ്ക്ലൂസീവ് ക്ലസ്റ്ററിംഗ്, അല്ലെങ്കിൽ അത് ഹാർഡ് ക്ലസ്റ്ററിംഗ് ആയിരിക്കും. ഇവിടെ ഫിഗർ നോക്കി അറിയാം, 2 ക്ലസ്റ്റേഴ്സ് ഉണ്ട്. ആ 2 ക്ലസ്റ്റേഴ്സും ഒബ്ജക്ട്സ് തമ്മിൽ ഒരു റിലേഷൻഷിപ്പും ഇല്ല, രണ്ടും 2 ധ്രുവങ്ങളിലാണെന്ന് വേണം പറയാം. ആ ക്ലസ്റ്റേഴ്സ് തമ്മിൽ ഒരു ഓവർലാപ്പിങ്ങോ അല്ലെങ്കിൽ ഒരു അത്രയും അടുത്തോ ഒന്ന് ഡിസ്റ്റന്റ് ആയിട്ട് നിൽക്കാം 2 ക്ലസ്റ്റേഴ്സും 2 ഡാറ്റ പോയിന്റ്സും. സോ അങ്ങനെ വരുന്ന നമ്മൾ ഹാർഡ് ക്ലസ്റ്ററിംഗ് എന്നൊക്കെ പറയുന്നത്. ഇപ്പം ആ ഡാറ്റ പോയിന്റ്സ് ഓരോ ക്ലസ്റ്ററിലും ഡാറ്റ പോയിന്റ് ആ ഒരു ക്ലസ്റ്ററിന്റെ അകത്ത് മാത്രമേ നിൽക്കത്തുള്ളൂ, അതിനെപ്പുറത്തെ ക്ലസ്റ്റർ യാതൊരു ബന്ധവും ഇല്ല. അപ്പം ഒരു ഡിസ്റ്റൻസ് നോക്കിയപ്പോൾ നമുക്കറിയാൻ പറ്റും. ഇങ്ങനെ വരുന്ന ക്ലസ്റ്ററിംഗ് ആണ് എക്സ്ക്ലൂസീവ് ക്ലസ്റ്ററിംഗ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ക്ലസ്റ്ററിംഗ് മെത്തേഡിലെ ഒരു എക്സാമ്പിൾ ആണ് കെ മീൻ ക്ലസ്റ്ററിംഗ്. അപ്പം കെ മീൻ ക്ലസ്റ്ററിംഗ് എന്തായെന്ന് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. കിട്ടിയോ? ഓക്കെ, നമ്മുടെ ക്ലസ്റ്ററിംഗിന്റെ ഫസ്റ്റ് ടൈപ്പ് ആണ് എക്സ്ക്ലൂസീവ് ക്ലസ്റ്ററിംഗ് എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് ടൈപ്പ് ആണ് ഓവർലാപ്പ് ക്ലസ്റ്ററിംഗ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ സോഫ്റ്റ് ക്ലസ്റ്റർ എന്നാണ് പറയാം. ഇപ്പം ഒരു ഡാറ്റ പോയിന്റ് ഒന്നിൽ കൂടുതൽ ക്ലസ്റ്ററുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു സിമിലർ പ്രോപ്പർട്ടീസ് വന്നിട്ട് ആ ഒരു പ്രോബ്ലം വരുന്ന സിറ്റുവേഷൻ ആണ്
ഓവർലാപ്പിംഗ് ക്ലസ്റ്ററിംഗ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയാൽ അറിയാം, നമുക്ക് രണ്ട് ആ ഒരു ഇന്റർസെക്ഷൻ പോയിന്റ്സ് വരുന്നുണ്ട്, ഇവിടെ റീജിയൻ വരുന്നുണ്ട്. ഈ ഒരു റീജിയന്റെ അകത്ത് ഡാറ്റ പോയിന്റ്സ് ഉള്ളത് രണ്ട് ക്ലസ്റ്ററിംഗിലും ബിലോങ്ങിങ് ആയിട്ട് വരുന്ന ഡാറ്റ പോയിന്റ്സ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സോ അങ്ങനെ വരുന്ന ക്ലസ്റ്ററിംഗ് ആണ് ഓവർലാപ്പിംഗ് ക്ലസ്റ്ററിംഗ് എന്ന് പറയുന്നത്. അപ്പം അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എക്സാമ്പിൾസ് ആണ് ഫസി ക്ലസ്റ്ററിംഗും അല്ലെങ്കിൽ സീമീൻ ക്ലസ്റ്ററിംഗ് എന്നൊക്കെ പറയുന്നത്. ദെൻ തേർഡ് വൺ ആണ് ഹൈറാർക്കിക്കൽ ക്ലസ്റ്ററിംഗ് എന്ന് പറഞ്ഞാല്. അപ്പം ഇവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല്, നമുക്ക് ഇവിടെ ഈ ഒരു ഫിഗർ നോക്കണമെങ്കിൽ ABCDEF ഒരു 4, 5, 6 പോയിന്റ്സ് കാണാം. അപ്പം ഈ ഒരു പോയിന്റ്സ് നമ്മൾ പെട്ടെന്ന് നോക്കുവാണെങ്കിൽ ഒരു ബന്ധവും ഇല്ല. ഈ ഒരു 5 പോയിന്റ്സിനെ അല്ല 6 പോയിന്റ്സിനെ 6 ക്ലസ്റ്റേഴ്സ് ആക്കാൻ നമുക്കൊരു മാർഗവും ഇല്ല. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഓരോ പോയിന്റ് ഇൻഡിവിജ്വൽ ആയിട്ട് ഒന്നുകൂടെ നമ്മൾ ലേൺ ചെയ്ത് ഏതെങ്കിലും 2 പോയിന്റ്സ് ഉള്ള റിലേഷൻഷിപ്പ് എന്തെങ്കിലും സിമിലാരിറ്റീസ് കണ്ടുപിടിക്കാൻ പറ്റും നോക്കുന്നു. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ എയും ബിയും തമ്മിൽ എന്തൊക്കെയോ റിലേഷൻഷിപ്പ് ഉണ്ട്. സോ നമ്മൾ അതിനെ ഒന്ന് ഓരോ ക്ലസ്റ്റർ ആക്കി. അതുപോലെ ഇയും ഡിയും നോക്കുവാണെങ്കിൽ ആ 2 പോയിന്റ്സ് തമ്മിൽ എന്തൊക്കെയോ സിമിലാരിറ്റീസ് ഒക്കെ ഉണ്ട്. സോ അതിന് ആ രണ്ടിനെ നമ്മൾ ഒരു ക്ലസ്റ്റർ ആക്കി. സോ നമ്മൾ ഫസ്റ്റ് പേര് നോക്കിയാൽ AB എന്ന് പറഞ്ഞ ഒരു ബ്ലൂ ക്ലസ്റ്റർ കാണാം, ED എന്ന് പറയുന്ന ബ്ലൂ ക്ലസ്റ്റർ കാണാം. പക്ഷെ ബാക്കി ഈ സിയും എഫും ആയിട്ടൊന്നും ഒരു റിലേഷൻഷിപ്പും ഇല്ല. പിന്നെ നമ്മൾ ഒന്നുകൂടെ എന്ന് നോക്കുവാണെങ്കിൽ ഈ AB എന്ന് ഫോം ചെയ്ത ഈ ഒരു ക്ലസ്റ്ററും ഈ സി എന്ന് പറയുന്ന ഈ ഒരു ഡാറ്റ പോയിന്റ് ക്ലസ്റ്റർ തമ്മിൽ എന്തൊക്കെയോ കുറച്ച് റിലേഷൻഷിപ്പ് ഉണ്ട്. ഓർത്ത് നോക്കുക, ഈ സിക്ക് ബിയോടോ അല്ലെങ്കിൽ സിക്ക് എയോടോ ഒറ്റക്കൊറ്റക്കൊരു സിമിലാരിറ്റീസും ഇല്ല. പക്ഷെ എയും ബിയും എന്നും പറഞ്ഞ് ഫോം ചെയ്ത ആ ഒരു ക്ലസ്റ്ററിനോട് എന്തൊക്കെയോ സിമിലാരിറ്റീസ് ഉണ്ട്. സോ നമ്മൾ ABC എന്ന് പറഞ്ഞ കൂട്ടി ഒരു ക്ലസ്റ്റർ ഡിഫൈൻ ചെയ്തു. അതുപോലെ തന്നെ ഇവിടെ എഫിനാണെങ്കിലും സെയിം തന്നെ, എഫിനും ED ഫോം ചെയ്ത ആ ഒരു ക്ലസ്റ്ററിനോട് സിമിലാരിറ്റീസ് ഉണ്ട്. സോ അത് തമ്മിലൊരു പ്രോപ്പർട്ടീസ് ഒരു ക്ലസ്റ്റർ ഡിഫൈൻ ചെയ്തു. ദെൻ നോക്കുവാണെങ്കിൽ ഇപ്പൊ നമുക്ക് ടോട്ടൽ നോക്കുവാണെങ്കിൽ മൊത്തം 4 ക്ലസ്റ്റേഴ്സ് വന്നിരുന്നത്. പക്ഷെ നമ്മൾ ഒന്നുകൂടെ നോക്കുവാണെങ്കിൽ 2 ക്ലസ്റ്റേഴ്സിനെ തിരിക്കാൻ പറ്റും. ഈ 2 ക്ലസ്റ്റർ സിമിലാരിറ്റീസ് എന്തൊക്കെയോ ഉണ്ട് തമ്മിൽ. സോ അങ്ങനെ നമ്മൾ ടോട്ടൽ വലിയ ക്ലസ്റ്റർ നമ്മൾ ഡിഫൈൻ ചെയ്തു. സോ നോക്കുവാണെങ്കിൽ ഹൈറാർക്കിക്കൽ ഓർഡറിലാണ് ഈ ക്ലസ്റ്ററിംഗ് നടന്നിരിക്കുന്നത്. സോ ഇങ്ങനെ നടക്കുന്ന ക്ലസ്റ്ററിംഗ് ആണ് ഹൈറാർക്കിക്കൽ ക്ലസ്റ്ററിംഗ് എന്ന് പറയുന്നത്. അപ്പം എക്സ്ക്ലൂസീവ് ക്ലസ്റ്ററിംഗ് എന്താണ്, അതുപോലെ സോഫ്റ്റ് ക്ലസ്റ്ററിംഗ് അല്ലെങ്കിൽ ഓവർലാപ്പിംഗ് ക്ലസ്റ്ററിംഗ് എന്താണ്, ദെൻ ഹൈറാർക്കിക്കൽ ക്ലസ്റ്ററിംഗ് എന്താണെന്നുള്ളൊരു ഐഡിയ കിട്ടി എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഈ 3 കാര്യങ്ങൾ ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ക്ലസ്റ്ററിംഗിന്റെ ഈ ഒരു കേസിൽ? ഓക്കെ, ദെൻ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ആ പറഞ്ഞത്. ഈ ടൈപ്സ് തന്നെ പല പല ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ക്ലസ്റ്ററിംഗിന് വേണ്ടിയിട്ട്. അപ്പം അങ്ങനെയുള്ള ടെക്നിക്സ് ആണ് പാർട്ടീഷനിങ് ക്ലസ്റ്ററിംഗ്, ഡെൻസിറ്റി ബേസ്ഡ് ക്ലസ്റ്ററിംഗ്, ഡിസ്ട്രിബ്യൂഷൻ ബേസ്ഡ്, ഹൈറാർക്കി ക്ലസ്റ്ററിംഗ്, ഫസി ക്ലസ്റ്ററിംഗ് കുറെ വരുന്നുണ്ട്. പാർട്ടീഷൻ ക്ലസ്റ്ററിംഗിന് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു കേമിംഗ് ക്ലസ്റ്ററിംഗ് നമ്മുടെ പാർട്ടീഷൻ ക്ലസ്റ്ററിംഗിന്റെ ആയിട്ട് വരുന്ന സാധനമാണ്. ബട്ട് അല്ലെ നമ്മൾ കേമിംഗ് ക്ലസ്റ്ററിംഗ് എന്ന് പറഞ്ഞ ക്ലസ്റ്ററിംഗിന്റെ പേര് മാത്രം കേട്ടോ, ആ ഒരു മെത്തേഡിന്റെ പേരാണ്. അപ്പൊ ആ ഒരു കേമിംഗ് ക്ലസ്റ്ററിംഗ് ഫസ്റ്റ് പറയുന്നത് എക്സ്ക്ലൂസീവ് ക്ലസ്റ്ററിംഗ് എക്സാമ്പിൾ ആണ്. അത് യൂസ് ചെയ്യുന്ന ടെക്നിക്ക് പാർട്ടീഷനിങ് ക്ലസ്റ്ററിംഗ് ആണ്. അപ്പൊ ഇവിടെ നമുക്ക് കുറെ ഡേറ്റാസ് ഉണ്ട്. ഈ ഡേറ്റാസിന് നമ്മൾ ഒരു കുറെ സിമിലാരിറ്റീസ് വെച്ച് നമ്മൾ കുറെ സെൻട്രോയിഡ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം. സെൻട്രോയിഡ് ബേസിലാണ് നമ്മൾ സെൻട്രോയിഡ് കൊടുക്കുകയാണ്. സോ അവിടെ നമ്മൾ സെൻട്രോയിഡ് കൊടുക്കുമ്പോഴത്തേക്കും ഓരോ സെൻട്രോയിഡ് എന്ന് പറയുമ്പോഴത്തേക്കും അതിന് ചുറ്റും എന്തൊക്കെയോ സിമിലർ പ്രോപ്പർട്ടീസിലോ കുറെ ഡാറ്റ പോയിന്റ്സ് കാണും. അങ്ങനെ ഒരു ഡാറ്റ പോയിന്റ്സും സെൻട്രോയിഡ് എന്ന് വെച്ചാൽ ഈ സെന്ററിൽ വരുന്ന ഡാർക്ക് പോയിന്റ്സ് ഇല്ലേ, ഇവിടെ റെഡ് ഒരു സർക്കിൾ കാണാം, ഇവിടുത്തെ ഗ്രീൻ ട്രയാങ്കിൾ. അപ്പൊ ഇതെല്ലാം നമുക്ക് സെൻട്രോയിഡ് എന്ന് പറഞ്ഞു കൊടുക്കാം. ടോട്ടലി നോക്കുവാണെങ്കിൽ ഇത് ഫുള്ള് ഒരൊറ്റ ഡാറ്റ സെറ്റ് ആയിട്ട് കടന്ന സാധനങ്ങളാണ്. ഇതിനകത്ത് നമ്മൾ കുറെ സെൻട്രോയിഡ് അങ്ങോട്ട് അപ്ലൈ ഇത്ര എണ്ണം ആയിട്ട് നമുക്ക് ഡാറ്റയെ തിരിക്കാം എന്ന് യൂസർ തന്നെ മനസ്സിലാക്കി അങ്ങോട്ട് അപ്ലൈ ചെയ്തതിനു ശേഷം നമുക്ക് ക്ലസ്റ്ററിംഗ് ആയിട്ട് തിരിച്ചെടുക്കുന്ന ഈ ഒരു ഇതാണ് നമ്മുടെ പാർട്ടീഷൻ ക്ലസ്റ്ററിംഗ് എന്ന് പറയുന്നത്. ഡെൻസിറ്റി ബേസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ റീജിയൻ അതിന്റെ ഒരു എമൗണ്ട് ഒക്കെ വെച്ച് നമ്മൾ ക്ലസ്റ്റർ ചെയ്യുന്നതാണ്. ഇപ്പൊ നമുക്ക് മെയിൻ നമ്മൾ നോക്കാൻ പോകുന്നത് പാർട്ടീഷൻ ക്ലസ്റ്ററിംഗ് ആണ്. സോ അതിന്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് കൂടെ നോക്കാം. ഇവിടെ നമ്മൾ കേമിംഗ് ക്ലസ്റ്ററിംഗ് അതിലോട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. ഫസ്റ്റ് പറയുവാണെങ്കിൽ തന്നെ കേമിയൻ ക്ലസ്റ്ററിംഗ് എന്ന് പറയുന്നത് തന്നെ ഒരു ഐട്രേറ്റീവ് അൽഗോരിതം എന്ന് പറയാം. അത് അൺലേബിൾഡ് ആയിട്ടുള്ള ഡാറ്റ സെറ്റിനെ ഡിഫറെന്റ് ക്ലസ്റ്റേഴ്സ് ആയിട്ട് നമ്മൾ തിരിക്കാൻ പോവുകയാണ്. ഇപ്പൊ നമുക്ക് അറിയാം നമ്മുടെ ഡാറ്റ കിട്ടിയ പറഞ്ഞല്ലോ, നമ്മൾ അൺസൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗിൽ അൺലേബിൾഡ് ഡാറ്റ യൂസ് ചെയ്യുന്നത്. അപ്പൊ ആ ഡാറ്റയിലേക്ക് ഏത് ടൈപ്പുള്ള ഡാറ്റാസിന്റെ ഏത് ടൈപ്പുള്ള ഡാറ്റാസ് ആണ് നമുക്ക് അറിയത്തൊന്നുമില്ല. സോ അതിനെ നമ്മൾ തന്നെ ഒരു ഡിഫറെന്റ് ക്ലസ്റ്റേഴ്സ് ആയിട്ട് തിരിക്കാൻ പോവുകയാണ്. ഇപ്പം
ഓരോ ഡാറ്റ പോയിന്റും ഇതിലെ ഓരോ ക്ലസ്റ്റേഴ്സുമായിട്ട് ബിലോങ് ആയിരിക്കും. അപ്പം ഒരു സെൻട്രോയിഡ് കാണും, ഒരു സെൻട്രോയിഡിന് ചുറ്റും കുറെ ഡാറ്റ പോയിന്റ്സ് കാണും. സോ ആ ഡാറ്റ പോയിന്റ്സിനൊക്കെ ഈ ഒരു സെൻട്രോയിഡായിട്ട് ഭയങ്കര ഒരു ഡിസ്റ്റൻസിൽ അല്ലെങ്കിൽ ഒരു കോമൺ പ്രോപ്പർട്ടീസ് കാണും. അപ്പം ഇതിനകത്ത് വേറെ വിഷയം എന്ന് പറഞ്ഞാല് ഈ ഒരു അൽഗോരിതത്തിന്റെ ഏറ്റവും വലിയ എയിം എന്ന് പറഞ്ഞാല് ഈ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഈ സെൻട്രോയിഡും അല്ലെങ്കിൽ ഒരു ഡാറ്റ പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് മാക്സിമം കുറയ്ക്കുക എന്നുള്ളതാണ് ഈ ഒരു അൽഗോരിതത്തിന്റെ എയിം എന്ന് പറഞ്ഞാല്. അതായത് അത്രയും സിമിലർ പ്രോപ്പർട്ടീസ് വേണം ഈ ഡാറ്റാസ് തമ്മിൽ. ആ ഒരു രീതി നടക്കുന്ന ഒരു ഐട്രേറ്റീവ് ആയിട്ടുള്ള അൽഗോരിതമാണ് കെ മീൻസ് ക്ലസ്റ്ററിംഗ്. എന്തുകൊണ്ട് ഇതിനെ ഐട്രേറ്റീവ് അൽഗോരിതം എന്ന് പറയുന്നത് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. സോ ഇവിടെ നമ്മൾ ബെസ്റ്റ് വാല്യൂ ഓഫ് കെ നമുക്ക് എന്താ കെ മീൻസ് യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഫസ്റ്റ് ഫിഗർ നോക്കിയാൽ കെ മീൻസ് എന്നുള്ള അൽഗോരിതം യൂസ് ചെയ്യുന്നതിന് മുമ്പ് കുറെ ഡാറ്റ ചുമ്മാ കിടക്കുവാണ്. സോ നമ്മുടെ ഡാറ്റയുടെ ഈ ഒരു പ്രോപ്പർട്ടീസും സിമിലാരിറ്റീസും വെച്ച് നമ്മൾ എന്ത് ചെയ്തു, ഇതിന്റെ ഒരു 3 ക്ലസ്റ്റേഴ്സ് തിരിക്കാൻ പറ്റും എന്ന് യൂസർ തന്നെയാണ് ഇവിടെ തീരുമാനിക്കുന്നത്. ഇവിടെ നമുക്ക് ഈ എത്ര ക്ലസ്റ്റേഴ്സ് ആക്കാൻ പറ്റും എന്നതിനോട് ഒരു സോഫ്റ്റ്വെയറോ അല്ലെങ്കിൽ ഒരു അൽഗോരിതം ഒന്നും ഇല്ല. ആ ഒരു എത്ര ക്ലസ്റ്റേഴ്സ് ആക്കാൻ പറ്റും എന്ന് തീരുമാനിക്കുന്നത് യൂസർ തന്നെയാണ്. സോ അങ്ങനെ യൂസർ തന്നെ കെയുടെ എണ്ണം പറഞ്ഞു കൊടുത്തു. കെ എന്ന് പറയുന്ന നമ്പർ ഓഫ് ക്ലസ്റ്റേഴ്സ് തന്നെയാണ്. അങ്ങനെ നമ്മൾ അത്രയും 3 ക്ലസ്റ്റർ തിരിച്ചു. അതാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. ഇപ്പം ഫസ്റ്റ് നമുക്ക് നോക്കുന്ന സ്റ്റെപ്സ്, ഈ കെ മീൻ ക്ലസ്റ്ററിംഗിന്റെ കെ മീൻ അൽഗോരിതത്തിന്റെ സ്റ്റെപ്സ് നോക്കുകയാണ്. സപ്പോസ് നമുക്കിവിടെ എന്താണ് കുറെ ഡേറ്റാസ് ഉണ്ട് ഈ ഫിഗർ കണ്ട പോലെ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസർ തന്നെ നമ്പർ കെ ഡിഫൈൻ ചെയ്യുകയാണ്. നമ്പർ കെ എന്ന് പറഞ്ഞാൽ എത്ര ക്ലസ്റ്റേഴ്സ് ആയിട്ട് നമുക്ക് ഈ ഡാറ്റയെ തിരിക്കാൻ പറ്റും എന്ന് നമ്മൾ തന്നെ ഒന്ന് ഡിഫൈൻ ചെയ്യുകയാണ്, അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. സോ നമ്മളിപ്പോൾ റാൻഡം ആയിട്ട് കെയുടെ വാല്യൂ ഒന്ന് 2 പറഞ്ഞു കൊടുത്തു. ഒരു സെക്കൻഡ്. സോറി, ഒരു കോൾ വന്നായിരുന്നു. അപ്പം ഗെയിമിംഗ് ക്ലസ്റ്ററിന്റെ ബാക്കി നമുക്ക് പോകാം അല്ലെ. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഡാറ്റ സെറ്റ് കണ്ടു. നമ്മൾ തന്നെ ഒരു ഡാറ്റ എത്ര ക്ലസ്റ്റേഴ്സ് ആയിട്ട് നമുക്ക് ഇതിനെ ഡിഫൈൻ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ക്ലസ്റ്റർ തിരിക്കാൻ നമ്മൾ തന്നെ തീരുമാനിക്കുന്നു. സോ റാൻഡം ആയിട്ട് നമ്മൾ നമ്പർ ഇവിടെ സെലക്ട് ചെയ്യുകയാണ്. ഈ കേസ് റാൻഡം ആയിട്ട് സെലക്ട് ചെയ്ത കെയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 2 എന്നാണ്. ഓക്കെ, അപ്പം റാൻഡം ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്ത കെയുടെ വാല്യൂ 2 എന്നാണ്. അപ്പൊ ആ രണ്ട് ക്ലസ്റ്റേഴ്സ് നമ്മൾ ഫോം ചെയ്തു. ദെൻ തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് ഈ നമ്മൾ ഇപ്പൊ കൊടുത്ത ആ 2 സെൻട്രോയിഡ്, ആ സെൻട്രോയിഡിന്റെ ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ട് വരുന്ന പോയിന്റ്സുകൾ നമ്മൾ തിരിച്ച് ആ സെൻട്രോയിഡ് അടുപ്പിക്കുകയാണ്. എന്നിട്ട് നമ്മൾ 2 സെൻട്രോയിഡിനകത്തും 2 ക്ലസ്റ്റേഴ്സ് ആയിട്ട് തിരിച്ചു. ദെൻ ആ ഒരു സെൻട്രോയിഡിന് ഏറ്റവും ഡിസ്റ്റൻസ് കുറവുള്ള ഡാറ്റ പോയിന്റ്സ് നമ്മൾ ആ ക്ലസ്റ്റേഴ്സോട്ട് മാറ്റാൻ ശ്രമിക്കുകയാണ്. ദെൻ ഈ 2 സെൻട്രോയിഡ് തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഈ 2 സെൻട്രോയിഡ് തമ്മിൽ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് മാത്തമാറ്റിക്കൽ വഴിയാണ് നമ്മളത് ചെയ്യുന്നത്. 2 മെത്തേഡ്സ് ഉണ്ട് നമുക്ക്, യൂക്ലിഡിയൻ ഡിസ്റ്റൻസും മാൻഹട്ടൻ ഡിസ്റ്റൻസും. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും 2 പേരുകൾ. സോ അങ്ങനെ 2 മെത്തേഡിൽ ഏതിലും നമ്മൾ യൂസ് ചെയ്ത് നമ്മൾ ഈ 2 സെൻട്രോയിഡ് നമ്മുടെ ഡിസ്റ്റൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ദെൻ ആ ഡിസ്റ്റൻസിന്റെ ഒരു മീഡിയൻ ഡ്രോ ചെയ്യും. അപ്പം ആ മീഡിയൻ വരയ്ക്കുന്ന ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഈ മീഡിയൻ വരയ്ക്കുമ്പോഴത്തേക്കും ഈ മീഡിയന്റെ 2 സൈഡിലിട്ടായിരിക്കണം നമ്മൾ ഡിഫൈൻ ചെയ്ത ആ 2 ക്ലസ്റ്റേഴ്സ് വരാനായിട്ട്. ആ മീഡിയനിലോട്ട് ഓവർലാപ്പ് ചെയ്ത് ഒരു ഡാറ്റ പോയിന്റ്സ് വരാൻ പാടില്ല. പക്ഷെ ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് അങ്ങനെയല്ല കിട്ടിയിരിക്കുന്നത്. ഈ ഫസ്റ്റ് നോക്കുക, നമ്മൾ കെയുടെ വാല്യൂ 2 ആയിട്ട് തന്നെ കൊടുത്താക്കുന്നത്. സോ എന്നിട്ട് നമുക്ക് കിട്ടി ഫസ്റ്റ് നമ്മൾ വരച്ച സെൻട്രോട് നമ്മൾ പ്ലേസ് ചെയ്ത പൊസിഷൻ ഈ താഴെയാണ്.
ദെൻ ആ രണ്ട് സെന്ററോട് നമ്മൾ ഡിസ്റ്റൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ദെൻ നമ്മളൊരു ആ രണ്ട് ഡിസ്റ്റൻസ് നമ്മളൊരു മീഡിയം വരച്ചു. മീഡിയം ആണ് ഡോട്ടിലായിട്ട് കാണിച്ചിരിക്കുന്നത്. സോ എന്നിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ രണ്ട് ക്ലസ്റ്റേഴ്സും ഒരു ക്ലസ്റ്റർ എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം സെന്ററോഡിൽ നിന്ന് ഒരുപാട് ദൂരെയൊക്കെ ഇവിടെ ഈ ബ്ലൂ സെന്ററോട് നോക്കുവാണെങ്കിൽ ഇതിൽ നിന്നും ഒരുപാട് ദൂരെയൊക്കെ ഡേറ്റാ പോയിന്റ്സ് ഇവിടെ കിടപ്പുണ്ട്. പക്ഷെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കെ മീൻ ക്ലസ്റ്ററിംഗിന്റെ ഏറ്റവും വലിയ എയിം എന്ന് പറഞ്ഞാല് ഈ ഒരു ഡിസ്റ്റൻസ് കുറയ്ക്കുക എന്നുള്ളതാണ്. ഈ സെൻട്രോയിഡും ഡേറ്റാ പോയിന്റ്സും തമ്മിൽ ഡിസ്റ്റൻസ് കുറയ്ക്കുക എന്നുള്ളതാണ്. സോ സ്റ്റെപ്പ് 4 നമ്മൾ ഈ ഒരു സെൻട്രോയിഡിന്റെ പൊസിഷൻ മാറ്റി കൊടുക്കുകയാണ്. അതായത് ഇപ്പൊ നമ്മൾ ആദ്യം ഒരു പൊസിഷനിൽ നമ്മൾ അല്ലെങ്കിൽ ഏതൊരു ഡേറ്റ പോയിന്റിനെ ആയിരിക്കും ഫസ്റ്റ് സെൻട്രോയിഡ് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. സോ നമുക്ക് ആ ഡിസ്റ്റൻസ് ഒക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത ശേഷം നമുക്ക് അത്ര സാറ്റിസ്ഫൈഡ് ആവുന്നില്ലെങ്കിൽ വീണ്ടും നമ്മൾ ഡേറ്റ പോയിന്റ് സെൻട്രോയിഡിൽ നിന്ന് ഡേറ്റ പോയിന്റ് മാറ്റി കൊടുക്കുകയാണ്. അപ്പം ആ ഡേറ്റ പോയിന്റ് മാറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും ഈ സെയിം പ്രൊസീജിയേഴ്സ് അത് നോക്കുകയാണ്. നമ്മൾ കണ്ടാൽ അറിയാം. നമ്മൾ ആദ്യം കൊടുത്ത ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ സെൻട്രോയിഡിനെ മാറ്റി കൊടുക്കുന്നു, പൊസിഷൻ മാറ്റി കൊടുക്കുന്നു. ദെൻ ഇവിടെ നമ്മൾ ആ ഒരു ഡേറ്റ സെൻട്രോയിഡ് മാറ്റി കൊടുത്ത ശേഷം വീണ്ടും നമ്മൾ ഇതിന്റെ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നു, വീണ്ടും നമ്മൾ മീഡിയൻ വരയ്ക്കുന്നു, വീണ്ടും നമ്മൾ ഇതെല്ലാം അനലൈസ് ചെയ്യുന്നു. സോ ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റഡ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഐട്രേറ്റീവ് അൽഗോരിതം എന്ന് പറയുന്നത്. ഇപ്പൊ ക്ലിയർ ആയി എന്തുകൊണ്ടാണ് കെ മീൻ അൽഗോരിതം ഐട്രേറ്റീവ് അൽഗോരിതം പറയാൻ കാരണമെന്ന്? ഈ ഒരു സെൻട്രോയിഡ് നമ്മൾ ഫസ്റ്റ് അസൈൻ ചെയ്തു, ദെൻ അതിന് നമ്മൾ പൊസിഷൻ മാറ്റി മാറ്റി കൊടുത്ത് അത് എഫക്റ്റീവ് ഒരു ഡിസ്റ്റൻസ് കിട്ടുന്നതിന് വരെ നമ്മൾ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. സോ വീണ്ടും നമ്മളത് മാറ്റുന്നുണ്ട്, അങ്ങനെ മാറ്റി മാറ്റി ലാസ്റ്റ് നമുക്കൊരു പൊസിഷൻ കിട്ടി. ദെൻ ഇവിടെ നമ്മൾ മീഡിയം വരച്ചു. ഇപ്പൊ നമുക്ക് കണ്ട ഏകദേശം എല്ലാ കാര്യങ്ങളും സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ട്. കാരണം ഈ സെൻട്രോയിഡും ഡേറ്റ പോയിന്റ്സും ഡിസ്റ്റൻസ് ഇവിടെ മാക്സിമം കുറവാണ്, ഏറ്റവും മിനിമം ആണ് പറയാൻ പറ്റും ഈ ഒരു പാർട്ടി നമ്മുടെ സെൻട്രോയിഡ് വെച്ചപ്പോഴത്തേക്കും. അതുപോലെ ഈ ഒരു മീഡിയൻ അങ്ങോട്ട് ഓവർലാപ്പിംഗ് ഒന്നും വരുന്നുമില്ല. സോ നമ്മൾ എന്ത് ചെയ്തു, ലാസ്റ്റ് ഇതാണ് നമ്മുടെ രണ്ട് ക്ലസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഡിഫൈൻ ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു കെ മീൻ അൽഗോരിതം അല്ലെങ്കിൽ കെ മീൻ ക്ലസ്റ്ററിംഗ് നടക്കുന്ന സംഭവം എന്ന് പറഞ്ഞാല്. ക്ലിയർ ആയോ എല്ലാവർക്കും? ഡൗട്ട് ഉണ്ടോ എന്തേലും? ഓക്കെ ആണോ എല്ലാവർക്കും? ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു ഓൾറെഡി നമ്മൾ ഈ ഒരു രണ്ട് സെൻട്രോയിഡ് തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് യൂസ് ചെയ്യുന്ന മെത്തേഡ്സ്, എൽബോ മെത്തേഡ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് യൂസ് ചെയ്യാം. പിന്നെ അത് വിത്തിൻ ക്ലസ്റ്റർ സം ഓഫ് സ്ക്വയർ അതങ്ങനെ ഒരു സംഭവമാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എൽബോ മെത്തേഡിന്റെ ഒരു ഇക്വേഷൻ ഒക്കെ കൊടുത്തിരിക്കുന്നത് നമ്മൾ കാര്യം നോക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ നമ്മൾ നോക്കുന്നത് ഡിസ്റ്റൻസ് മെത്തേഡാണ്. ഈ സെൻട്രോയിഡും ഡേറ്റ പോയിന്റ്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ആ ഒരു മെത്തേഡ്സ് ആണ്. അതിലാണ് യൂക്ലിഡ് ഡിസ്റ്റൻസും മാൻഹട്ടൻ ഡിസ്റ്റൻസ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇതാണ് യൂക്ലിഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. യൂക്ലിഡ് ഡി എന്ന് പറയുവാണെങ്കിൽ ഇതിന്റെ ഒരു സ്ക്വയർ ഈ ഒരു എക്സിന്റെ മൈനസ് സ്ക്വയർ ഈ ഒരു ഇക്വേഷൻ കിട്ടുമ്പോൾ ഏകദേശം ഐഡിയ കിട്ടുന്നില്ലേ? ഇങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക യൂക്ലിഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ മാൻഹട്ടൻ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാലോ, ഇപ്പൊ ഈ രണ്ട് ഫിഗർ നോക്കിയിട്ട് ഇത് ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കിട്ടുന്ന ഏത് മെത്തേഡിലായിരിക്കും? ഈ രണ്ട് പേരും ഓക്കെ അറിയാം, ഏറ്റവും ഷോർട്ട് ഡിസ്റ്റൻസ് കിട്ടുന്നത് നമുക്ക് യൂക്ലിഡ് ഡിസ്റ്റൻസ് ആയിരിക്കും. സോ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതും അത് തന്നെയാണ്. പിന്നെ അഡ്വാൻറ്റേജസ് ഓഫ് കെ മീൻ, നമ്മളിപ്പോ കെ മീൻ ക്ലസ്റ്ററിനെ കുറിച്ച് നമ്മൾ കൂടുതൽ പഠിച്ച് അതിന്റെ അഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ വലിയ ടാസ്ക് ഒന്നുമില്ല. പിന്നെ നമുക്ക് ലാർജ് ഡേറ്റാ സെറ്റ് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ അങ്ങനെ കുറെ അഡ്വാൻറ്റേജ്. നമുക്ക് ഏറ്റവും ലിമിറ്റേഷൻ വരുന്നത് എന്താ പറഞ്ഞാല് ഈ കെ നമ്പർ ഓഫ് ക്ലസ്റ്റേഴ്സ്, ഈ കെയുടെ വാല്യൂ എന്ന് പറയാൻ നമ്മൾ മാനുവലി സെറ്റ് ചെയ്ത് കൊടുക്കണം. ആ ഒരു ഡിഫിക്കൽട്ടി ഉപേക്ഷിച്ച ബാക്കി വലിയ പ്രശ്നങ്ങൾ നമുക്ക് ഈ അൽഗോരിതത്തിന് വരുന്നില്ല. സോ ഈ അൽഗോരിതം എന്തായെന്ന് ക്ലിയർ ആയെന്ന് എല്ലാവർക്കും ഞാൻ വിചാരിക്കുന്നു. ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ, എങ്കിൽ വീണ്ടും നമ്മൾ നമ്മുടെ ജുപ്പിറ്റർ നോട്ട്ബുക്ക് ഒന്ന് ഓപ്പൺ ആക്കിക്കോ. നമ്മുടെ ഈ അൽഗോരിതത്തിന്റെ ആ ഒരു സെക്ഷനോട് പ്രാക്ടിക്കൽ നമുക്ക് ചെയ്തിട്ട് നിർത്താം. നമ്മുടെ ഡാറ്റാ സെറ്റ് നിങ്ങൾ കൊണ്ടിട്ട ആ ഒരു ഫോൾഡർ തന്നെ പാത്ത് ചേഞ്ച് ചെയ്തിട്ട് അവിടെ ജുപ്പിറ്റർ നോട്ട്ബുക്ക് ഓപ്പൺ ആക്കണം കേട്ടോ.
ഓക്കെ, ജൂപ്പിറ്റർ നോട്ട്ബുക്ക് ഓപ്പൺ ആക്കിയോ? ഇപ്പൊ നിങ്ങൾ ക്ലസ്റ്റർ ഡാറ്റ എന്ന് പറഞ്ഞൊരു ഡാറ്റ എനിക്ക് ഞാൻ ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്തിരുന്നോ? ഓക്കെ, ക്ലസ്റ്റർ ഡാറ്റ എന്ന ഡാറ്റ കിടപ്പുണ്ടല്ലോ അല്ലേ? ഓക്കെ, ഫസ്റ്റ് നമുക്ക് വേണ്ട രണ്ട് ലൈബ്രറീസ് ആണ്, നംപയും പാണ്ടാസും. നമ്മൾ ഇൻസേർട്ട് ഇമ്പോർട്ട് ചെയ്യുകയാണ്. ഇമ്പോർട്ട് നംപൈ ആസ് എൻ പി, ഇമ്പോർട്ട് പാണ്ടാസ് ആസ് പി ഡി എന്നുള്ളത്. ദെൻ നിങ്ങൾക്ക് ഡാറ്റ സെറ്റ് തന്നിട്ടുണ്ടായിരുന്നു, ക്ലസ്റ്റർ ഡാറ്റ എന്ന് പറഞ്ഞ്. അപ്പം അതൊരു CSV ഫയലാണ്. സോ നമ്മൾ ആ ഡാറ്റ സെറ്റ് റീഡ് ചെയ്യുകയാണ്. ന്യൂസ് ഹെഡ്ലൈൻസ് എന്ന് പറഞ്ഞ വേരിയബിളിലോട്ടാണ് നമ്മൾ ആ ഡാറ്റ സെറ്റിനെ റീഡ് ചെയ്യുന്നത്. സോ അതിന്റെ ഒരു സിന്റാക്സ് ആണ് ഈ തരുന്നത്. ദെൻ ആ ഡാറ്റ സെറ്റിൽ എന്താണ് വരുന്നതെന്ന് കാണാനായിട്ട് ആദ്യത്തെ ഒരു 5 റോസ് സോ നമ്മൾ ആ ഡിസ്പ്ലേ ചെയ്യുകയാണ്, ന്യൂസ് ഹെഡ്ലൈൻസ് ഹെഡ് എന്ന് പറഞ്ഞ്. സോ നമുക്ക് ഇങ്ങനെ ഒരു ഡാറ്റാസ് കിട്ടുന്നത് നമുക്ക് ഒറ്റ ഫീൽഡേ ഉള്ളൂ അല്ലേ? മുമ്പത്തെ പോലെ നമുക്ക് SMS അല്ലെങ്കിൽ ക്ലാസ് അങ്ങനെ കൊടുത്തിട്ടുണ്ടോ? ഇതിൽ ഏതെങ്കിലും ലേബൽ ചെയ്ത് കൊടുത്തിട്ടുണ്ടോ? ഒന്നുമില്ല, കുറച്ച് ന്യൂസ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നു. എല്ലാവർക്കും ഡാറ്റ ഓപ്പൺ ആക്കിട്ടോ? ഡാറ്റ സെറ്റ് ഓപ്പൺ ആക്കിട്ടോ? ഡാറ്റ സെറ്റ് ഓപ്പൺ ആക്കിട്ടോ എല്ലാവർക്കും? ഓക്കെ, ഹെഡിങ് നമ്മുടെ ഡാറ്റാസിന്റെ ഹെഡിങ് എന്നില്ലാണ്ട് കിടക്കണം. നമ്മുടെ ഹെഡിങ് അങ്ങ് ആഡ് ചെയ്യുകയാണ്. സോ ഒരു ഹെഡ്ലൈൻ എന്ന് പറഞ്ഞാൽ ഹെഡ്ലൈൻ ആഡ് ചെയ്ത് കൊടുത്തുള്ളൂ, അതാണ് ഈ സിന്റാക്സ്. ദെൻ റെജക്സ് ലൈബ്രറി എന്ന ലൈബ്രറിയിൽ നിന്ന് നമ്മൾ ഈ മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് വേണ്ടാത്ത കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്, സ്പേസും കോമയും ബാക്ക് സ്ലാഷും അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ. അതെല്ലാം നമ്മൾ ഒന്ന് ഡിലീറ്റ് ചെയ്യുകയാണ്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു സിന്റാക്സ് യൂസ് ചെയ്യുകയാണ്. ഓക്കെ, നമുക്ക് വേറൊന്നുമില്ല, ഈ ഒരു സിന്റാക്സ് യൂസ് ഇത്രയേ ഉള്ളൂ. നമുക്ക് കിട്ടിയ ഡാറ്റ നമ്മൾ ക്ലീൻ ചെയ്തെടുത്തു. നമുക്ക് വേണ്ടാത്ത കുറെ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് അവോയ്ഡ് ചെയ്ത് ഡാറ്റ ക്ലീൻ ചെയ്തെടുത്തു. ഓക്കെ, ദെൻ നമ്മുടെ ആ ഒരു ഡാറ്റ നമ്മൾ പ്രീ പ്രോസസ് ചെയ്യുകയാണ്. സോ നിങ്ങൾ ഈ കോഡ് ഒന്ന് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യുക. നമ്മുടെ ഡാറ്റ ക്ലീൻ ആ ഒരു ഡാറ്റ ബാങ്കിങ് സ്റ്റെപ്പ് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നത് നോക്കുക. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ നിങ്ങൾക്ക് തന്ന ആ ഒരു ഡാറ്റ ഇപ്പൊ നിങ്ങൾക്ക് ചാറ്റ് ബോക്സ് ഇട്ട് തന്ന ഡാറ്റ ഫുൾ ആയിട്ട് അങ്ങ് കോപ്പി പേസ്റ്റ് ആയിട്ടില്ല. സോ ഞാൻ ഒന്നുകൂടെ അത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കോപ്പി പേസ്റ്റ് ചെയ്ത് തരാവേ. ഇപ്പൊ ഞാൻ തന്ന ഡാറ്റ ആരും കോപ്പി ചെയ്യേണ്ട. ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല, ഇതിന്റെ ബാക്കിയും കൂടെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒന്നിച്ച് കോപ്പി പേസ്റ്റ് ചെയ്ത് റൺ ചെയ്യുക. ഓക്കെ,
ഇത് നമ്മുടെ ഈ ഒരു ഡേറ്റ നമ്മളൊരു അറേ ആക്കി കൺവേർട്ട് ചെയ്യണം. ഈ ന്യൂസ് എന്ന് പറഞ്ഞ ഈ ഒരു നമുക്കിടെ ന്യൂസുകളെല്ലാം കുറെ അറേസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. സോ അതിനോട് നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ np.ndr എന്നുള്ള ആ ഒരു യൂസ് ചെയ്ത് നമ്മൾ കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. ഇവിടെ നമ്മൾ കഴിഞ്ഞ മുമ്പ് ചെയ്ത പോലെ നമ്മളെ വേർഡ്സ് അല്ലെങ്കിൽ നമ്മൾ വേർഡിനേക്കുന്ന ടോക്കണൈസിംഗ് വെച്ച് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുകയാണ്. ഓരോ വേർഡായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുകയാണ്. ആ ഒരു നമ്മൾ മുമ്പ് ചെയ്ത ആ ഒരു ഫോർമാറ്റ് കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ് നമ്മൾ അവിടെ രണ്ട് ക്ലാസിഫയർ നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ അതിനുവേണ്ടി നമ്മൾ രണ്ട് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അത്രേ ഉള്ളൂ. ഓക്കെ, ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ കോപ്പി ചെയ്യുന്നുണ്ടോ? ഓക്കെ ആണോ? ഓക്കെ. ഇത് മുമ്പ് നമ്മൾ ചെയ്തതുപോലെ തന്നെ ഓരോ വേർഡ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് അത് നമ്മളൊന്ന് ആൽഫബറ്റിക് ഓർഡറിലാക്കി ഒന്ന് പ്രിന്റ് ചെയ്തെടുക്കുക നോക്കുകയാണ്. ഓക്കെ, നമുക്ക് എത്ര വേർഡ്സ് കിട്ടിയെന്ന് നമ്മൾ നോക്കിയാണ്. ഇവിടെ മുമ്പ് നമ്മൾ ചെയ്ത പോലെ തന്നെ സെയിം പ്രൊസീജിയർ തന്നെയാണ്. കുറച്ച് ഫങ്ഷൻസ് നമ്മൾ മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. ക്ലിയർ അല്ലേ എല്ലാവർക്കും? ദെൻ നമ്മുടെ ഡേറ്റ നമ്മൾ ക്ലീൻ ചെയ്ത് നമുക്ക് വേണ്ട രീതിയിൽ എടുത്തു. ദെൻ നമുക്കിനി നമ്മുടെ കെമിയും ക്ലസ്റ്ററിങ് ആ ഒരു ഇതിലോട്ട് നമ്മുടെ ഡേറ്റാസിനെ പാസ് ചെയ്ത് നമ്മൾ ഡാറ്റ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് നമ്മൾ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണ്. എൽബോ മെത്തേഡ് നമ്മൾ വരയ്ക്കുകയാണ്. നമ്പർ ഓഫ് ക്ലസ്റ്റേഴ്സ് എത്ര എന്ന് അറിയാനായിട്ട് നമ്മൾ എൽബോ മെത്തേഡ് വരയ്ക്കുന്നത്. ഇപ്പം എത്ര ക്ലസ്റ്റേഴ്സ് നമ്മുടെ കെയുടെ വാല്യൂ എത്രയാക്കി കൊടുക്കണം എന്ന ഒരു ഇത് കിട്ടാനാണ് നമ്മൾ എൽബോ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിന് ഈ എൽബോ മെത്തേഡിന്റെ യൂസ് ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ജസ്റ്റ് ഈ ഒരു കോഡ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുക. ഇപ്പൊ ഈ ഗ്രാഫ് വരയ്ക്കാൻ നമ്മൾ കുറെ മാത്തമാറ്റിക്കൽ നമ്മൾ മുമ്പ് കുറെ മാത്തമാറ്റിക്കൽ ഫോർമുലാസ് ഒക്കെ കണ്ടില്ലായിരുന്നു. അപ്പൊ ആ എൽബോ മെത്തേഡ് എന്നൊക്കെ പറഞ്ഞേ, WCSS എന്നൊക്കെ പറഞ്ഞ ആ ഒരു മാത്തമാറ്റിക്കൽ ഫോർമുല ഒക്കെ വെച്ച് നമ്മൾ ആ ഒരു ഫംഗ്ഷനെ ക്രിയേറ്റ് ചെയ്ത് ഫോർ ലൂപ്പിനകത്ത് നമ്മൾ ഡേറ്റാസ് ഒക്കെ കൊടുത്ത് അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഇതുണ്ട്. WSS അപ്പൻഡ് എന്ന് പറഞ്ഞു ഇതൊക്കെ ചെയ്താൽ നമ്മൾ ഈ ഒരു എൽബോ മെത്തേഡ് വരച്ചിരിക്കുന്നത്. ഇനി ഈ എൽബോ മെത്തേഡ് വരച്ചൊരു ഉദ്ദേശം എന്താന്ന് വെച്ചാല് ഇവിടെ നമുക്കൊരു ഗ്രാഫ് കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഗ്രാഫ് കിട്ടിയോ? ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മള് നമ്പർ ഓഫ് കെയുടെ വാല്യൂ എന്ന് പറഞ്ഞ് നമ്മൾ മാനുവൽ ഡിഫൈൻ ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞു. അതാണ് എന്റെ ഏറ്റവും വലിയൊരു ഡിസഡ്വാൻറ്റേജ് കിട്ടുന്നത്. അപ്പൊ നമ്മൾ ആ ഒരു വാല്യൂ ചുമ്മാ നമുക്ക് ഇങ്ങനെ ഡേറ്റ നമ്മൾ എങ്ങനെ ഒരു കെയുടെ വാല്യൂ ലെസ് ചെയ്ത് കൊടുക്കും. ഇപ്പൊ നമ്മൾ കുറെ ന്യൂസ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്.
ആ ഡേറ്റയാണ് നമ്മൾ എങ്ങനെ കെയുടെ വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കും. സോ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ വരയ്ക്കുന്നതാണ് എൽബോ മെത്തേഡ്. എൽബോ മെത്തേഡും കെയുടെ വാല്യൂ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ഗ്രാഫ് നോക്കുക, നിങ്ങൾക്ക് ഒരു ലൈൻ ആയിരിക്കും കിട്ടുന്നത്, ഒരു ബെൻഡ് ഉള്ള ഒരു ലൈൻ ആയിരിക്കും കിട്ടിയിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എവിടെയെങ്കിലും ഈ ഗ്രാഫ് നന്നായിട്ട് നമുക്ക് എവിടെയെങ്കിലും ഈ ഒരു ലൈൻ നന്നായിട്ട് ബെൻഡ് ചെയ്തൊരു സ്ഥലം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഈ ഗ്രാഫിന്റെ ഷേപ്പ് നന്നായിട്ട് ബെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇപ്പൊ ഇവിടെ ഏകദേശം നോക്കുകയാണെങ്കിൽ ഈ ഒരു 6നും 5നും ഇടയ്ക്കായിട്ടൊക്കെ നമുക്ക് ബെൻഡ് ചെയ്ത് കിട്ടിയിരിക്കുന്നത് അല്ലേ. എല്ലാവർക്കും സെയിം ആവണം നിർബന്ധമൊന്നുമില്ല, ഓരോക്കെ ഡിഫറെന്റ് ആയിരിക്കും. ആ നല്ലൊരു ബെൻഡ് എന്ന വാല്യൂ എവിടെയാണോ നമ്മൾ അതാണ് ഇവിടെ നമ്പർ ഓഫ് കെ ആയിട്ട് കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, ഞാനിവിടെ 5 എന്നാണ് കൊടുക്കുന്നത്. ഇവിടെ നമുക്ക് ട്രൂ കെ ഈസ് ഈക്വൽ ടു 5 നമുക്ക് 5 ആണ് കൊടുത്തിരിക്കുന്നത്. പലർക്കും പല വാല്യൂസിലും കിട്ടിയിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ എന്തായാലും 5ഓ നിങ്ങൾക്ക് കിട്ടിയ ഒരു വാല്യൂ ഏകദേശം വാല്യൂ എടുത്ത് കിട്ടും നോക്കുക. വീണ്ടും നമ്മൾ ആ ഒരു ക്ലസ്റ്ററിംഗിന്റെ ആ ഒരു സെന്ററോട് മാറ്റി കൊടുത്തൊക്കെ നമ്മൾ ഒരു എന്താ നമുക്ക് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന മെത്തേഡ്സ് ആണ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം യൂസർ ഡിഫൈൻഡ് പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ് ആണ്. സോ അതുകൊണ്ട് നമ്മൾ അധികം ഒന്നും ഇതിനെ കുറിച്ച് പറഞ്ഞു പോകാതെ നമ്മൾ ജസ്റ്റ് കോൾ ചെയ്താൽ മാത്രം മതി. നമുക്ക് കിട്ടിയ ക്ലസ്റ്റേഴ്സ് എന്താണ് ഏകദേശം നമ്മൾ ഞാൻ 5 ക്ലസ്റ്റേഴ്സിനാണ് കൊടുത്തത്. അപ്പൊ ക്ലസ്റ്റർ 0, 1, 2, 3, 4 നോക്കുകയാണെങ്കിൽ 5 ക്ലസ്റ്റേഴ്സ് ഉണ്ട്. അപ്പൊ ക്ലസ്റ്റേഴ്സ് ഏകദേശം എന്താണ് നമുക്കൊരു ഐഡിയ കിട്ടി. ടോപ്പ് ടേംസ് പെർ ക്ലസ്റ്റർ, അതായത് ഓരോ ക്ലസ്റ്ററിലെയും ടോപ്പ് ആയിട്ട് വന്നിരിക്കുന്ന ടേംസ് എന്തൊക്കെയാണ്. ഇപ്പൊ ന്യൂസ്, ഇയർ, ഗാലക്സി, APL, ആൻഡ്രോയിഡ്, ജെനറ്റ് ഫോൺ, ഗൂഗിൾ വാച്ച് അങ്ങനെയൊക്കെ പറഞ്ഞ കുറെ ഇത് കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും ഇങ്ങനെ കിട്ടിയോ? ഒരു 5 ക്ലസ്റ്റർ നിങ്ങൾ എത്ര കെയുടെ വാല്യൂ കൊടുത്ത് അത്രയും ക്ലസ്റ്റേഴ്സ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? നമ്മൾ കെയുടെ വാല്യൂ ഇത് കൊടുത്ത് മാറ്റി കൊടുത്ത് നോക്കാം. നമുക്ക് ഇവിടുന്ന് ഞാനൊരു 8 എന്ന് കൊടുത്ത് നോക്കാം. ഓക്കെ, ഇവിടെ ഇപ്പം 8 ക്ലസ്റ്റേഴ്സ് ആയിട്ടുണ്ട്. എനിക്ക് ഇവിടെ കുറച്ചുകൂടി നല്ല ബെൻഡ് വന്നിരിക്കുന്നത് 8ലാണ്. സോ അതുകൊണ്ട് ഞാൻ 8 കൊടുത്ത് നോക്കിയേക്കുന്നത്. ഇത്രയും ക്ലിയർ ആയോ? ഇത്രയും കിട്ടുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും? ഇവിടെ നമ്മൾ സ്ട്രീംലെറ്റ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. നമ്മൾ ജസ്റ്റ് ഇവിടെ തന്നെ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട് നോക്കുകയാണ്. ഇവിടെ തന്നെ നമ്മൾ ഡാറ്റ ഇൻപുട്ട് ചെയ്ത് ഇവിടെ തന്നെ നമ്മൾ ഔട്ട്പുട്ട് നോക്കിയാണ്. ഓക്കെ, അപ്പൊ അതിനുള്ള കമാൻഡ് ആണ് ഈ കൊടുക്കുന്നത്. നമുക്ക് ഇവിടെ സ്ട്രീംലെറ്റ് നമ്മൾ ഫയലായിട്ട് സേവ് ചെയ്ത് സ്ട്രീംലെറ്റ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഇവിടുത്തെ നമ്മൾ ഔട്ട്പുട്ട് നോക്കിയാണ്. നിങ്ങൾ റൺ ചെയ്ത് നോക്കിയേ. നിങ്ങൾ എന്തെങ്കിലും ഒരു ഹെഡ്ലൈൻസ് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. ഏകദേശം ഇതിനകത്ത് കാണുന്ന വേർഡ്സിനകത്ത് എന്തെങ്കിലും ഉള്ളത്. ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് കോവിഡ് വാക്സിൻ സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ കൊടുത്തത്. അപ്പം കോവിഡ് വാക്സിൻ എന്ന് പറഞ്ഞാൽ ഇത് വന്നാക്കുന്നത് കൂടുതലും വന്നാക്കുന്നത് ക്ലസ്റ്റർ 5ലാണ്. സോ എനിക്കിവിടെ പ്രൊഡക്ഷൻ 5 എന്ന് പറഞ്ഞാൽ കിട്ടി. ഓക്കെ, എല്ലാവർക്കും ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടോ? ഓക്കെ, ഇതാണ് നമ്മുടെ കെ-മീൻ ക്ലസ്റ്ററിംഗ് അൽഗോരിതം വെച്ചുള്ള ഒരു എന്താ പറയുക ഒരു മോഡൽ, ഒരു അൽഗോരിതം എന്ന് പറയുന്നത്. നമ്മൾ ജുപ്പിറ്റർ നോട്ട്ബുക്ക് യൂസ് ചെയ്തിട്ടില്ല, നമ്മൾ ഇവിടെ തന്നെ നമ്മൾ റൺ ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ പറയുവാണെങ്കിൽ നമ്മൾ ഏകദേശം നമ്മൾ പ്ലാൻ ചെയ്ത അത്രയും ടോപ്പിക്സ് കവർ ചെയ്തു. 2 അൽഗോരിതം, ഒരു സൂപ്പർവൈസ്ഡ് ലേണിംഗ് മെഷീൻ ലേണിംഗ് അൽഗോരിതമായിട്ട് നമ്മൾ നെയ്വ് ബേസ് ക്ലാസിഫയറും അൺസൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ് അൽഗോരിതമായിട്ട് കെ-മീൻ ക്ലസ്റ്ററിംഗും നമ്മൾ 2 കവർ ചെയ്തു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അൽഗോരിതത്തിലോ എന്തെങ്കിലും കാര്യത്തിൽ ഡൗട്ട് ഉണ്ടോ? ഇനി മെയിനായിട്ട് നമുക്ക് നോക്കേണ്ട അൽഗോരിതംസ് എന്ന് പറഞ്ഞാൽ ഡിസിഷൻ ട്രീ അൽഗോരിതം ഉണ്ട്, പിന്നെ റിഗ്രഷൻ ഉണ്ട്. ഇങ്ങനെ 2-3 അൽഗോരിതങ്ങൾ നമുക്കുണ്ട്. ഇതെല്ലാം സൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ് വരുന്നതാണ്. സമയപരിമിതി മൂലം നമ്മൾ ഇത് 2 കുറച്ചെന്നേ ഉള്ളൂ.
അപ്പൊ നിങ്ങൾക്ക് ഇതുവരെ പറഞ്ഞ ടോപ്പിക്സ് ക്ലിയർ ആണോ? പൈതന്റെ ബേസ് തൊട്ട് അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് ഇൻട്രൊഡക്ഷൻ തൊട്ട് ഇന്ന് വരെ പറഞ്ഞ ടോപ്പിക്സ് ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും ദിവസത്തെ ടോപ്പിക് എന്തെങ്കിലും മനസ്സിലായെങ്കിൽ എന്തെങ്കിലും ഉണ്ടോ? ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? ക്ലിയർ ആണോ എല്ലാവർക്കും? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ക്ലിയർ ആണെങ്കിൽ ക്ലിയർ ആണെന്ന് പറയൂ. ഓക്കെ, ആരെ ലെഫ്റ്റ് ആവില്ല. നമ്മുടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഞാൻ ഗൂഗിൾ ഫോമിന്റെ ലിങ്ക് ഇപ്പൊ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം, ഫീഡ്ബാക്ക് ഫോമിന്റെ. ആർക്കെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടെങ്കിൽ പറയാം. പാർട്ടിസിപ്പൻസിൽ ആർക്കെങ്കിലും ഫീഡ്ബാക്ക് പറയാം. ഹലോ സാറെ കേക്കാം. പ്രണവ് അൺമ്യൂട്ട് ചെയ്തിട്ടൊന്ന് സംസാരിച്ചാൽ നന്നായിരുന്നു. ഇഷ്ടമല്ല നിങ്ങളൊന്ന് ഇന്ററാക്ട് ചെയ്താൽ മതി. ഹലോ, പറഞ്ഞോളൂ പ്രണവ്. പ്രണവ് ഏത് കോളേജാണ്? ക്രിസ്ത്യാനി കോളേജ്. ക്രിസ്ത്യാനി കോളേജ്, MCA. അതെ അതെ. ഓക്കെ, നല്ലൊരു സെഷനായിരുന്നു 4 ദിവസത്തെ. പിന്നെ കുറെ ഇൻഫോർമേറ്റീവ് ആയിട്ട് കുറെ അറിയാൻ പറ്റി. ഇപ്പൊ പൈത്തന്റെ ആണെങ്കിൽ ഞങ്ങള് ഇത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും ഒന്ന് പഠിച്ചിട്ടില്ലായിരുന്നു. അന്നാണെങ്കിൽ ഞങ്ങൾക്ക് ഇത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ലായിരുന്നു. മീൻസ് പൈത്തൺ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് മെഷീൻ ലേണിങ്ങിന്റെ ഒക്കെ. അപ്പോൾ ഇതൊരു പുതിയൊരു അറിവാണ് എല്ലാം. പിന്നെ ഒരു കമ്പ്യൂട്ടർ ബാക്ക്ഗ്രൗണ്ട് ഉള്ള സ്റ്റുഡൻസ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇതൊരു യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം കൂടെ ഈ ഒരു സെഷൻ എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ, താങ്ക് യു. താങ്ക് യു. ഏത് ഇയർ ആണ് പ്രണവ്? ഞാനിപ്പോ റീസെന്റ് 2nd സെമസ്റ്റർ. ഓക്കെ ഓക്കെ ഓക്കെ. Yeah. ഇനി ആർക്കെങ്കിലും 1-2 പേരും കൂടി പറയാം. ജസ്റ്റ് അശ്വതി, ശ്രുതി, ആരെങ്കിലും 1-2 പേരും കൂടി പറഞ്ഞാൽ നന്നായിരുന്നു. അല്ല അഖിൽ? അതെ അതെ, ആരും വലിയ പ്രണവും കുറച്ച് 2-3 പേര് മാത്രമേ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറഞ്ഞാൽ മതി. എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള എക്സ്പീരിയൻസ്. പിന്നെ എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. പലരും ഇവിടെ ഓണർ സെലിബ്രേഷൻ ഒക്കെ മാറ്റി വെച്ചിട്ടുണ്ട് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന കുറച്ച് പേരൊക്കെ. താങ്ക്സ് ഉണ്ട്. ഫീഡ്ബാക്ക് ഫോമിന്റെ ലിങ്ക് ഞാനിപ്പോ ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഫിൽ ചെയ്തിട്ട് പോകാവുള്ളൂ. പ്രൊജക്ട് കൊടുത്തിട്ടില്ലേ അഖിൽ? സാർ ഞാൻ പറയാൻ പറഞ്ഞു. പ്രൊജക്ട് അല്ല, ഒരു അസൈൻമെന്റ് ഉണ്ട് നിങ്ങൾക്ക്. അതായത് ഈ 30th ലാസ്റ്റ് ഡേറ്റ്. നമ്മളിതൊരു പഠിച്ച പോർഷൻ വെച്ചൊരു അസൈൻമെന്റ്, ചെറിയൊരു അസൈൻമെന്റ് ആയിരിക്കും, ഈസി ആയിരിക്കും. ആ ഒരു അസൈൻമെന്റ് നിങ്ങൾക്ക് എന്താണെന്ന് ഇന്നോ നാളെ ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്യാം. എന്താണ് അസൈൻമെന്റ് എന്നുള്ളത് ഈ 30th നിങ്ങളത് കംപ്ലീറ്റ് ആക്കി സബ്മിറ്റ് ചെയ്യണം. ഓക്കെ. സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് അസൈൻമെന്റിന്റെയും അതേപോലെ തന്നെ അറ്റൻഡൻസിന്റെയും ബേസിലായിരിക്കും. മിനിമം 3 ദിവസം അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ്, പിന്നെ അസൈൻമെന്റ് കൂടി സബ്മിറ്റ് ചെയ്താൽ കിട്ടും. ഓക്കെ, എന്തെങ്കിലും പറയാനുണ്ടോ ആർക്കെങ്കിലും? നമുക്ക് സംസാരിക്കാം. അതെ, 12 തവണ നേരത്തെ തീർന്നിട്ടുണ്ട് പോർഷൻ. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയണത് നല്ലതായിരുന്നു. ഹലോ, സംസാരിക്കൂ. അനുരാഗ്, സുപ്രിയ. ഓക്കെ സാർ, നമുക്ക് എന്നാ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ. താങ്ക് യു. Okay, thank you all. Okay. Next, I invite Ashwati Kalesh for vote of thanks. Thank you, Jibin sir.
I, on behalf of FOSCEL and IEDC Cell MES IMAT, may like to express our sincere thanks to the presenter, Mr. Agil Varghese, for the presentation. I thank our director, Dr. Jibal Matthew sir, our FOSCEL coordinator, Neeta Miss, Akbar Shah sir, HOD of MC department, and Jibin sir, our IEDC nodal officer, for their great support for the program. Last but not the least, I thank all the participants for joining. And I wish you all a very happy Onam. Thank you. ഓക്കെ താങ്ക് യു.